ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആസ്പിറൻസ് അക്കാഡമി. നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാൻ പോവാണ് കേട്ടോ. വീഡിയോസ് കാണാത്തവരാണെങ്കിൽ പാർട്ട് 1 പാർട്ട് 2 കാണാം. അതിൽ നമ്മൾ വേറെ ഇതിന് മുന്നുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 26ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ കേട്ടോ. നിരാമയാണ് ഭിന്നശേഷിക്കാർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. വികലാംഗരായ വ്യക്തികൾക്ക് താങ്ങാവാനും സമഗ്രവുമായ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യൻ സർക്കാരിൻ്റെ ഒരു സംരംഭമാണ് ഈ നിരാമയം. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, ഒന്നിലധികം വൈകല്യങ്ങൾ എന്നിവർക്കുള്ള ക്ഷേമത്തിനാണ് അല്ലെങ്കിൽ മുൻഗണനയുള്ളത്. ഈ ഒരു ക്ഷേമം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ഉള്ളവർക്കാണ് മുൻഗണനയുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്? ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം അല്ലെങ്കിൽ ഒന്നിലധികം വൈകല്യങ്ങളുള്ള വികലാംഗരായിട്ടുള്ള വ്യക്തികൾക്കാണ് നിരാമയ പദ്ധതിയിലൂടെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് കവർ എന്ന് ആലോചിക്കുക കേട്ടോ. ഈ എടുത്തു പറഞ്ഞിരിക്കുന്ന അസുഖങ്ങളൊന്ന് നോക്കാം. അടുത്ത എന്താണ് ഈ സാകല്യ പദ്ധതി? സാകല്യം എന്ന് പറയുമ്പോൾ നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ്, സാമൂഹ്യനീതി വകുപ്പിൻ്റെ അണ്ടറിൽ കൊണ്ടുവരുന്ന പദ്ധതിയാണ്. ട്രാൻസ്ജെൻഡർ പേഴ്സൺസിന് വേണ്ടിയുള്ള പദ്ധതിയാണ് സാകല്യ. അതായത് അവരുടെ തൊഴിൽ പരിശീലനത്തിനുള്ള പദ്ധതിയാണ് കേട്ടോ. ട്രാൻസ്ജെൻഡർമാർക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായിട്ട് സാമൂഹ്യനീതി വകുപ്പ് കൊണ്ടുവന്ന സമഗ്രമായിട്ടുള്ളൊരു പദ്ധതിയാണ് സാകല്യ. അപ്പോൾ സാകല്യ എന്ന് പറയുമ്പോൾ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ തൊഴിൽ പരിശീലന പദ്ധതിയാണ്. നമ്മുടെ സാമൂഹ്യനീതി വകുപ്പ് കൊണ്ടുവന്നതാണ്. സ്വയം തൊഴിലിലൂടെ സ്ഥിര വരുമാനം നേടുന്നതിന് ട്രാൻസ്ജെൻഡർ വ്യക്തികളെ പ്രാപ്തരാക്കുക, നൈപുണ്യ വികസന പരിശീലനം നൽകുക, ഇതൊക്കെയാണ് ഈ സാകല്യയുടെ മെയിൻ ലക്ഷ്യങ്ങളായിട്ട് വരാം. ഈ പദ്ധതി പ്രകാരം ഓരോ ജില്ലയിൽ നിന്നും 10 ട്രാൻസ്ജെൻഡർ വ്യക്തികളെയാണ് തിരഞ്ഞെടുക്കുന്നത്. അപേക്ഷകർക്ക് നൈപുണ്യ പരിശീലനം ആവശ്യമുള്ള സ്വന്തം കോഴ്സുകളിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഓരോ ജില്ലയിൽ നിന്നും 10 ട്രാൻസ്ജെൻഡർ വ്യക്തികളെയാണ് സാകല്യത്തിന് തിരഞ്ഞെടുക്കുന്നത്. ഇനി നമുക്ക് വയോമിത്ര, നമുക്ക് ആ പേര് കേട്ടാൽ തന്നെ അറിയാം, നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. വൃദ്ധന്മാർക്കുള്ളത്, വൃദ്ധന്മാർക്കുള്ളതാണ്. 65 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ വയോജനക്ക് വേണ്ടിയുള്ള ആരോഗ്യ പരിരക്ഷയും പിന്തുണയും നൽകുന്ന ഒരു സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോമിത്ര കേട്ടോ. 65 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണമാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇനി അതിജീവന പദ്ധതി എന്ന് പറയുമ്പോൾ ഭിന്നശേഷിക്കാരുടെ ക്ഷേമവും വികസനവും പുനരധിവാസവും ഉറപ്പുവരുത്തുന്നതിന് NGO സഹകരണത്തോടെ അതിജീവന പദ്ധതി നടപ്പിലാക്കിയത്. അപ്പോൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി തന്നെയുള്ളതാണ് നമ്മുടെ അതിജീവനം പദ്ധതി. അത് NGO സഹകരണത്തോടെ നടപ്പിലാക്കുന്നതാണ്. വൈകല്യങ്ങളെ മറികടന്ന ഭിന്നശേഷിക്കാർക്ക് പുതുജീവനം സ്വന്തമാക്കാൻ അതിജീവനം സ്വയം തൊഴിൽ പരിശീലന പദ്ധതി ആവിഷ്കരിക്കുന്നത്. സ്വയം തൊഴിൽ പരിശീലനം നൽകുന്ന സ്ഥാപനങ്ങൾക്കായി ചേർന്ന് സാമൂഹ്യനീതി വകുപ്പാണ് ഇത് നടപ്പിലാക്കുന്നത്. അപ്പോൾ സാമൂഹ്യനീതി വകുപ്പിൻ്റെ സാമൂഹ്യനീതി വകുപ്പ് തന്നെയാണ്. ഭിന്നശേഷിക്കാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണെങ്കിൽ അതിജീവനം, ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ നൈപുണ്യം കൂട്ടാനുള്ള ട്രെയിനിങ് കൊടുക്കുന്ന പദ്ധതിയാണെങ്കിൽ സാകല്യവുമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വരവ് ചിലവ് കണക്കുകൾ പരിശോധിച്ച് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതാത് സംസ്ഥാന ഗവർണർക്കാണ്. അത് ശരിയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടാണെങ്കിൽ സംസ്ഥാന ഗവർണർക്ക് സബ്മിറ്റ് ചെയ്യും. ഇനി നമ്മുടെ യൂണിയൻ്റെ കേന്ദ്രത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടാണെങ്കിൽ അത് പ്രസിഡൻറ്റിന് സബ്മിറ്റ് ചെയ്യും. പ്രസിഡൻറ്റും നമ്മുടെ ഗവർണറും അതാത് പാർലമെൻറ്റ് അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭ റെസ്പെക്റ്റീവ്ലി അവർ സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി പാർലമെൻറ്റിൽ കേവല ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസ്സാക്കി ഇദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. അതാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് വെച്ചാൽ പ്രസ്താവന 3 തെറ്റാണ് കേട്ടോ. പ്രസ്താവന 3 തെറ്റാണ്. അതായത് നമ്മൾ CAG-നെ പുറത്താക്കേണ്ടത് സുപ്രീം കോടതിയുടെ ജഡ്ജിനെ പുറത്താക്കേണ്ട അതേ നടപടിക്രമങ്ങളോടെയാണ് CAG-നെ നമ്മൾ പുറത്താക്കേണ്ടതെന്ന് ആലോചിച്ചിരിക്കുക. ഇനി CAG-നെ പറ്റി പറയുന്ന ആർട്ടിക്കിളുകൾ എവിടം തൊട്ട് എവിടം വരെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ 5-ാം ഭാഗം 5-ൽ യൂണിയൻ ഗവൺമെൻറ്റിനെ പറ്റി പറയുന്ന ഭാഗത്താണ് CAG-നെ പറ്റി പറയുന്നത്. അതായത് 148 മുതൽ 151 ആർട്ടിക്കിൾ വരെയാണ് CAG-നെ പറ്റി പറയുന്നത്. അതിൽ CAG വേണം, ഒരു കേന്ദ്രത്തിന് സംസ്ഥാനത്തിന് ഓഡിറ്റുകൾ ചെക്ക് ചെയ്യാൻ CAG വേണമെന്ന് പറയുന്നത് ആർട്ടിക്കിളാണ് 148. ഇനി 149-ലാണെങ്കിൽ നമ്മുടെ CAG-യുടെ ഭരണനിർവഹണ അധികാരങ്ങൾ, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അവരുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, അതിനെപ്പറ്റിയാണ് 149-ൽ പറയുന്നത്. ഇനി 150-ൽ പറയുന്നത്, 150-ാം ആർട്ടിക്കിളിൽ പറയുന്നത് ഒരു അക്കൗണ്ട് നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രം അക്കൗണ്ടുകൾ എങ്ങനെ സൂക്ഷിക്കണം, ഏത് രീതിയിലായിരിക്കണം സൂക്ഷിക്കേണ്ടതെന്ന് പ്രസിഡന്റിന് നിർദ്ദേശം കൊടുക്കാൻ യോഗ്യതയുള്ള ആൾ CAG ആണ് എന്ന് പറയുന്നതാണ് 150-ൽ. ഇനി 151
1 റിപ്പോർട്ട് സമർപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. CAGൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 151. ഇനി CAGൻ്റെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ അത് 6 വർഷവും 65 വയസ്സുമാണ് കേട്ടോ. ഏതാണ് ആദ്യം അത് 6 വർഷവും 65 വയസ്സുമാണ് CAGൻ്റെ നമ്മുടെ കാലാവധി പറയുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ CAG ആരെന്ന് ചോദിച്ചാൽ അത് ഗിരീഷ് ചന്ദ്ര മുർമു ആണ് കേട്ടോ. ഇപ്പോഴത്തെ CA ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. ആദ്യത്തെ CA ചോദിച്ചാൽ അത് നരഹരി റാവു ആണ് കേട്ടോ. ആദ്യത്തെ CAG ആണെങ്കിൽ നരഹരി റാവു ആണ്. ഇനി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, അതായത് 1921 നിലവിൽ വന്ന പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും വഴികാട്ടി, കൂട്ടുകാരൻ, തത്വചിന്തകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് CAGനെയാണ്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഓഡിറ്റ് റിപ്പോർട്ട് നിലവിൽ വന്നു. ഈ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ചുമതലയുള്ളത് CAGൻ്റെ കയ്യിലാണ് കേട്ടോ. CAGൻ്റെ കീഴിലാണ് ഓഡിറ്റ് റിപ്പോർട്ട് രൂപീകരിച്ചത്. ഏത് വർഷമെന്ന് ചോദിച്ചാൽ 1968 ആണ് കേട്ടോ. 1968 CAGൻ്റെ കീഴിൽ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് രൂപീകരിച്ചത്. ഓഡിറ്റ് ബോർഡിലെ അംഗങ്ങളുടെ എണ്ണം പഠിക്കണം 3 ഓഡിറ്റ് ബോർഡിലെ അംഗങ്ങളുടെ എണ്ണം 3. ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും ഉണ്ട്. ഓഡിറ്റ് ബോർഡിൻ്റെ ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ തരും. ഓഡിറ്റ് ബോർഡിൻ്റെ ചെയർമാനെ അംഗങ്ങളെ നിയമിക്കാനുള്ള അധികാരം CAGക്കാണ് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഓഡിറ്റ് ബോർഡിൻ്റെ ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് CAG ആണ്. 3 അംഗങ്ങളുണ്ട്, ഒരു ചെയർമാനും 2 അംഗങ്ങളുമാണ് ഇതിലുള്ളത്. പിന്നെ നമ്മൾ CAGൻ്റെ നിയമിക്കുന്ന ആദ്യത്തെ CAG പറഞ്ഞു നരഹരി റാവു ആണ് ആദ്യത്തെ CAG. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതിൽ ഒരു ഫാക്റ്റ് ഉണ്ട്, അത് നമ്മൾ പഠിച്ചു വെക്കണം. അതായത് CAGക്ക് ഒരു കാര്യത്തിൽ എന്താ പറയുക അധികാരമില്ല. അതായത് സംസ്ഥാന സർക്കാരുകളുടെ കണക്കുകൾ സമാഹരിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് CAG തന്നെയാണ്. സംസ്ഥാന സർക്കാരുകളുടെ കണക്കുകൾ സമാഹരിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് അക്കൗണ്ടുകളുടെ സമാഹരണവും സംരക്ഷണവും CAGയുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അതൊന്നും ആലോചിക്കണം കേട്ടോ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടുകൾ സമാഹരിക്കുകയും സംരക്ഷിക്കുകയും CAGയുടെ ഉത്തരവാദിത്തമല്ല. CAGൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കണം. കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും നിയമസഭയിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും ചെലവുകൾ പരിശോധിക്കുന്നത് CAG ആണ്. കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും കണ്ടിജൻസി ഫണ്ടുകളും പബ്ലിക് അക്കൗണ്ട് ഫണ്ടുകളും ഓഡിറ്റ് ചെയ്യുന്നത് CAG ആണ്. കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള വ്യാപാരം നിയന്ത്രണം, ലാഭനഷ്ട അക്കൗണ്ടുകൾ, ബാലൻസ് ഷീറ്റ്, മറ്റ് അനുബന്ധ അക്കൗണ്ടുകൾ എന്നിവ ഓഡിറ്റ് ചെയ്യുന്നു. കേന്ദ്രത്തിൻ്റെയും ഓരോ സംസ്ഥാനത്തിൻ്റെയും വരവും ചിലവും ഓഡിറ്റ് ചെയ്യുന്നു. ഗവൺമെൻറ് കമ്പനികളുടെ അക്കൗണ്ടുകൾ കേന്ദ്രവും സംസ്ഥാനവും ധനസഹായം നൽകുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും സമിതികളുടെയും അക്കൗണ്ടുകൾ എന്നിവയുടെ വരവും ചിലവും കണക്കുകളും ഓഡിറ്റ് ചെയ്യുന്നു. രാഷ്ട്രപതിയോ ഗവർണറോ ആവശ്യപ്പെടുമ്പോൾ മറ്റ് അധികാര സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകളും അദ്ദേഹം ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സൂര്യൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച് 2013 സെപ്റ്റംബറിൽ വിജയകരമായി വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണെന്ന്. ഇതിൽ എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആവാനാണ് ചാൻസ്. കാരണം ഇവിടെ 2013 സെപ്റ്റംബറിലല്ല, ഇത് ആദിത്യ L1നെ കുറിച്ചിട്ടാണ് ഇവർ പറയുന്നത്. പക്ഷേ 2013 സെപ്റ്റംബറിലല്ല. നമുക്കറിയാം ആദിത്യ L1 വിക്ഷേപിച്ച ഡേറ്റ് എന്നാണ് 2023 സെപ്റ്റംബർ 2 ആദിത്യ L1 വിക്ഷേപിച്ചത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ചോദ്യമായിരിക്കും മിക്കവാറും ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ആദിത്യ L1 2023 സെപ്റ്റംബറിലായിരുന്നുവെങ്കിൽ ആദിത്യ L1 നമുക്ക് കൊടുക്കായിരുന്നു. ഓക്കെ, ഇതിൽ GSAT 29 എന്ന് പറയുമ്പോൾ ഒരു ആശയവിനിമയ ഉപഗ്രഹമാണ് കേട്ടോ. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലൊക്കെ ആശയവിനിമയത്തിന് വേണ്ടിയിട്ട് 2018 വിക്ഷേപിച്ചതാണ് GSAT 29. ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇന്ത്യയുടെ പ്രതിരോധ ആവശ്യത്തിനായിട്ട് ലോഞ്ച് ചെയ്ത ആദ്യത്തെ ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ പ്രതിരോധ ആവശ്യത്തിനായിട്ട് വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം ചോദിച്ചാൽ അത് GSAT 7 ആണ് കേട്ടോ. പ്രതിരോധ ആവശ്യത്തിനായിട്ട് ഇന്ത്യക്ക് വേണ്ടി ആദ്യമായിട്ട് വിക്ഷേപിച്ചത് GSAT സീരീസിലുള്ള GSAT 7 ആണ്. ഓക്കെ, പിന്നെ ചന്ദ്രയാൻ 2 നമുക്കറിയാം. ചന്ദ്രയാൻ 2നെ പറ്റിയൊക്കെ നോക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിയുക. ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു. 1/3 കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തു. 29 വിഷയങ്ങൾ ഉൾപ്പെടുത്തി 11ാം പട്ടിക ഭരണഘടനയുടെ ഭാഗമായി. ഓക്കെ, ഇതിൻ്റെ ആൻസർ വന്നത് എല്ലാ പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. അതായത് ത്രിതല പഞ്ചായത്ത് നിലവിൽ വന്നു. അതുപോലെ തന്നെ 1/3 കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യണമെന്ന് 73ാം ഭേദഗതിയും 74ാം ഭേദഗതിയും മാൻഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും നമ്മുടെ എൻ്റെ ഗൈഡ് ഏതാണ്, നമ്മുടെ ലക്ഷ്യയുടെ ഗൈഡിലൊന്നും അത് അങ്ങനെ ആ ഒരു പോയിന്റ് മാത്രമില്ല. ബാക്കി എല്ലാ പോയിന്റിലും ഉണ്ട്. പക്ഷെ ആ ഒരു പോയിന്റ് ഇതിൽ
പറയുന്നില്ല കേട്ടോ. പക്ഷെ അങ്ങനെ ഉണ്ട്. ഞാൻ ഗൂഗിൾ തപ്പിയപ്പം 1/3 ഭാഗം സ്ത്രീകൾക്ക് അർബൻ ആൻഡ് നമ്മുടെ റൂറൽ ഏരിയയിൽ, അതായത് പഞ്ചായത്ത് രാജിലും മുനിസിപ്പാലിറ്റിയിലും അവർക്ക് വേണ്ടി സംവരണം മാൻഡേറ്റ് ചെയ്യണമെന്ന് ഉണ്ട് കേട്ടോ. ഓക്കെ. ഇനി 29 വിഷയങ്ങൾ ഉൾപ്പെടുത്തി 11-ാം പട്ടിക. പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട പട്ടികയാണ് 11-ാം പട്ടിക. എത്ര വിഷയങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് ചോദിച്ചാൽ 29 വിഷയങ്ങളും. ഇനി എത്ര ആർട്ടിക്കിൾ ഉൾപ്പെടുന്നുണ്ടെന്ന് ചോദിച്ചാൽ അത് 16 ആർട്ടിക്കിളാണ്. 16 ആർട്ടിക്കിളും 29 വിഷയങ്ങളുമാണ്. അതായത് 243 മുതൽ 243 O വരെയാണ് ഇതിൽ ഉൾപ്പെടുന്ന ആർട്ടിക്കിളുകൾ. ഇനി 73-ാം ഭരണഘടനാ ഭേദഗതിക്ക് മുൻപ് പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 40 ആണ് കേട്ടോ. ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 40. 73-ാം ഭേദഗതി ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1992-ലാണ് കേട്ടോ. ഏത് വർഷമാണ്? 1992-ലും. ഇത് നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24-നാണ്. ഈ ഏപ്രിൽ 24-ആണ് നമ്മൾ പഞ്ചായത്ത് രാജ് ദിനമായിട്ടൊക്കെ ആഘോഷിക്കുന്നത്. പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ഏപ്രിൽ 24 ആഘോഷിക്കാൻ തുടങ്ങിയ വർഷം കൊണ്ട് നോക്കിക്കോ, അത് 2010 മുതലാണ് നമ്മൾ പഞ്ചായത്ത് രാജ് ദിനം ഏപ്രിൽ 24-ന് ആചരിച്ചു തുടങ്ങിയത്. ഇനി ഏത് ഭാഗമാണ് 73-ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗം ചോദിച്ചാൽ അത് 9-ാം ഭാഗമാണ്. 11-ാം പട്ടികയാണ് കേട്ടോ. 9-ാം ഭാഗവും 11-ാം പട്ടികയുമാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത്. 11-ാം പട്ടിക ഏത് അനുച്ഛേദത്തിൻ്റെ വിവരാത്മകത രൂപമാണെന്ന് ചോദിച്ചാൽ അത് അനുച്ഛേദം 243G ആണ് കേട്ടോ. 243Gൻ്റെ വിവരാത്മക രൂപമാണ് 11-ാം പട്ടിക. അതായത് ഗ്രാമപഞ്ചായത്തുകളെ പറ്റി പറയുന്നതാണല്ലോ 11-ാം പട്ടിക. അപ്പോൾ ആ ഗ്രാമപഞ്ചായത്തിന് G എടുത്താൽ മതി. അപ്പോൾ 241G ആണ് ഇതിൻ്റെ വിവരാത്മക രൂപമായിട്ട് പറയുന്നത്. ഇതിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. വനിതാ പട്ടികജാതി പട്ടിക സംവരണ മണ്ഡലങ്ങൾ 14 വയസ്സുള്ള സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം. ഓക്കെ. ഇതിൽ വനിത, പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്ക വിഭാഗക്കാർക്കുള്ള സംവരണങ്ങളെ പറ്റി പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ 73-ാം ഭേദഗതിയിൽ വനിതകളുടെ സംവരണവും പട്ടികജാതി പിന്നാക്ക സംവരണങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതുപോലെ 5 വർഷത്തെ തെരഞ്ഞെടുപ്പിനെ പറ്റി പറയുന്നുണ്ട്. ത്രിതല സംവിധാനം പറയുന്നുണ്ട്. ഗ്രാമസഭയ്ക്ക് ഭരണഘടനാപരമായി അംഗീകാരം കൊടുക്കണം എന്നും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഗ്രാമസഭയ്ക്ക് ഭരണഘടനാപരമായ അംഗീകാരം പറയുന്നുണ്ട്. 5 വർഷത്തെ തെരഞ്ഞെടുപ്പ് പറയുന്നുണ്ട്. ത്രിതല സംവിധാനമുണ്ട്. വനിതകൾക്കുള്ള 1/3 സംവരണവും അതുപോലെ പട്ടികജാതി പിന്നാക്ക സംവരണവും ഈ 73-ാം ഭേദഗതിയിൽ അവർ മാൻഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ അതിൽ കൺഫ്യൂഷൻ തീർന്നു കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണെന്ന്. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം: വനം, തൊഴിലാളി സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസം. വനവും തൊഴിലാളി സംഘടനകളും വിദ്യാഭ്യാസവും നമ്മുടെ കൺകറന്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളാണ്. ഇതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഇല്ലാത്ത വിഷയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിഷയമാണ്. ഇനി ഈ വനം, വിദ്യാഭ്യാസമൊക്കെ നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നൊരു വിഷയമായിരുന്നു. അത് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയതാണ്. കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ ഭരണഘടനാ ഭേദഗതി ചോദിച്ചാൽ അത് 42-ാം ഭരണഘടനാ ഭേദഗതി 1976 പ്രകാരമാണ് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വനം, വിദ്യാഭ്യാസം, വന്യജീവി, അളവ് തൂക്കം, നീതിന്യായ വ്യവസ്ഥ, നീതി വ്യവസ്ഥ അതായത് ലോ സിസ്റ്റം, നമ്മുടെ സുപ്രീം കോടതി, ഹൈക്കോടതി ഒഴികെയുള്ള നമ്മുടെ ലോ സിസ്റ്റം, അതൊക്കെ നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ കിടന്നെയാണ്. അതിനെ ഇങ്ങോട്ടേക്ക് ആക്കിയിട്ടുണ്ട്, കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഈ ഒരു ഭേദഗതി പ്രകാരമാണ് അങ്ങനെ മാറ്റം സംഭവിച്ചതെന്നും കൂടി എല്ലാവരും ഓർത്തിരിക്കാം. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ലിസ്റ്റുകളെ പറ്റി പറയുന്ന നമ്മുടെ പട്ടിക ഏതാണ്? ലിസ്റ്റുകളെ പറ്റി പറയുന്ന പട്ടിക ചോദിച്ചാൽ അത് 7-ാം പട്ടികയാണ് കേട്ടോ. ലിസ്റ്റുകളെ പറ്റി പറയുന്ന പട്ടിക ചോദിച്ചാൽ അത് 7-ാം പട്ടികയിലാണ് ലിസ്റ്റുകളെ പറ്റി പറയുന്നത്. ഇനി ലിസ്റ്റുകളെ പറ്റി പറയുന്ന ഭാഗം ചോദിച്ചാൽ ഭാഗം 11 കേട്ടോ. ഭാഗം 11-ാം ഭാഗത്തും 7-ാം പട്ടികയിലുമാണ് ലിസ്റ്റുകളെ പറ്റി പറയുന്നത്. ആർട്ടിക്കിൾ ചോദിച്ചാൽ 245 കേട്ടോ. 245-ാം ആർട്ടിക്കിൾ പ്രകാരമാണ് ലിസ്റ്റുകളെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് 245. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുഖ്യ നിയമോപദേശകൻ ആരാണെന്ന്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുഖ്യ നിയമോപദേശകനാണ് അറ്റോർണി ജനറലാണ് കേട്ടോ. അറ്റോർണി ജനറലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ അത് 76-ലാണ് പറയുന്നത്. അറ്റോർണി ജനറലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണെങ്കിൽ 76-ലാണ് പറയുന്നത്. അറ്റോർണി ജനറലാണ് നമ്മുടെ മുഖ്യ നിയമോപദേഷ്ടാവ്.
അറ്റോർണി ജനറൽ നിയമിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ പ്രസിഡൻ്റാണ്. അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. ഇനി അറ്റോർണി ജനറലിന് ഒരു കാലാവധി ഒന്നുമില്ല. അറ്റോർണി ജനറലിന്, അതായത് നമ്മുടെ പ്രസിഡന്റിന് ഇഷ്ടാനുസരിച്ച് എത്ര കാലം വേണമെങ്കിലും അറ്റോർണി ജനറലിന് ആ സ്ഥാനം വഹിക്കാവുന്നതാണ്. ഇനി പാർലമെന്റ് ഇരുസഭകളിലും തൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള അധികാരം അറ്റോർണി ജനറലിനുണ്ട്. ഏത് സെഷനിലും പോയി ഏത് കാര്യങ്ങളിലും പങ്കെടുക്കാനും പറ്റും, അഭിപ്രായം രേഖപ്പെടുത്താനും പറ്റും. പക്ഷേ വോട്ട് ചെയ്യാനുള്ള അധികാരം അറ്റോർണി ജനറലിനില്ല. ഇനി അറ്റോർണി ജനറലിൽ നമ്മുടെ പ്രസിഡന്റ് നിയമോപദേശകനാണെങ്കിൽ പോലും നമ്മുടെ പ്രസിഡന്റിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് സുപ്രീം കോടതി, ഹൈക്കോടതി പോലുള്ള കോടതികളിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് അറ്റോർണി ജനറലാണ്. ഇനി അതുകൂടാണ്ട് വേറെ കേസുകൾ, ക്രിമിനൽ കേസുകൾ ഒഴികെയുള്ള മറ്റ് കേസുകളൊക്കെ വാദിക്കാനുള്ള ഒരു അധികാരം അറ്റോർണി ജനറൽ ഉണ്ട് കേട്ടോ. വേറെ കോർട്ടിൽ പോയിട്ട് കേസുകളൊക്കെ വാദിക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ യൂണിയനെ ബാധിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രസിഡന്റിനെ ബാധിക്കുന്ന കാര്യം, അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കേസ് വാദിക്കാൻ പാടില്ല. അവരെ ബാധിക്കുന്ന കേസിൽ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടൊന്നും വാദിക്കാൻ പാടില്ല. അതല്ലാത്ത കേസുകളിലൊക്കെ പോയി ഇൻഡൽജ് ചെയ്യാൻ പറ്റും അറ്റോർണി ജനറൽ, ക്രിമിനൽ കേസുകൾ ഒഴികെയുള്ളതിൽ. ഇനി അത്രേ ഉള്ളൂ. ഇനി സോളിസിറ്റർ ജനറലിനെ പറ്റി നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിളൊന്നും പറയുന്നില്ല. പക്ഷേ അവർക്ക് കാലാവധി ഉണ്ട്, 3 വർഷമാണ് കാലാവധി, 3 വർഷം. പക്ഷേ അവരെ പറ്റി ആർട്ടിക്കിളൊന്നും പറയുന്നില്ല. അത് നമ്മൾ അറ്റോർണി ജനറലിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ആൾക്കാരാണ് സോളിസിറ്റർ ജനറൽ. ഇനി നമ്മുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണ്? ഇപ്പോഴത്തെ അറ്റോർണി ജനറലാണ് വെങ്കിട്ട് രമണി കേട്ടോ. ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ അത് ആർ വെങ്കിട്ട് രമണിയാണ്. നമ്മുടെ ഇതിന് മുന്നേ നമ്മുടെ മലയാളിയായ കെ വേണുഗോപാലായിരുന്നു. അദ്ദേഹം വിരമിച്ചിട്ട് ഇപ്പോൾ ആർ വെങ്കിട്ട് രമണി ആയിട്ടുണ്ട്. ഇനി അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുമ്പോൾ ഇതേപോലെ നമ്മുടെ മുഖ്യമന്ത്രിൻ്റെ നിയമോപദേശകർ, സ്റ്റേറ്റിൻ്റെ നിയമോപദേശകരാണ് അഡ്വക്കേറ്റ് ജനറൽ. ഇനി അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിച്ചാൽ അത് 165 കേട്ടോ. അഡ്വക്കേറ്റ് ജനറലിൻ്റെ ആർട്ടിക്കിൾ 165. പിന്നെ കൺട്രോളർ നോട്ട് ജനറൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. ഓക്കെ, മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏതാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ, ഇതിൻ്റെ ആൻസർ ഡിസ്ട്രോഫിൻ ജീനാണ്. ലാർജസ്റ്റ് നോൺ ജീൻ ഇൻ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ഡിസ്ട്രോഫിൻ ആണ്. ഇനി ഹ്യൂമൻ ജീനോം പദ്ധതി ആവിഷ്കരിച്ച വർഷം, ഹ്യൂമൻ ജീനോം പദ്ധതി വന്ന വർഷം ചോദിച്ചാൽ 1990 കേട്ടോ. ഇന്ത്യയിൽ ഹ്യൂമൻ ജീനോം പദ്ധതി ആവിഷ്കരിച്ച വർഷം 1990. അവർ കണ്ടുപിടിച്ച ഏറ്റവും ലാർജസ്റ്റ് നോൺ ജീൻ എന്ന് പറയുന്നത് ഡിസ്ട്രോഫിൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് വൈറ്റമിൻ്റെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാകുന്നത്? ഓക്കെ, ഇതിൻ്റെ ആൻസർ വൈറ്റമിൻ ഡി ആണ് കേട്ടോ. വൈറ്റമിൻ ഡി ആണ്. പിള്ളവാതം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്, അതിനാണ് പിള്ളവാതം എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടു ബി ഫ്രാങ്ക്, എനിക്ക് പിള്ളവാതം എന്ന് പറഞ്ഞാൽ റിക്കറ്റ്സ് അല്ലെങ്കിൽ കണയാണെന്ന് അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചത് ഇതേത് പുതിയൊരു അപര്യാപ്ത രോഗം, കേട്ടിട്ടില്ല. ഇനി ഞാൻ പിള്ളവാതം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് കണക്ഷൻ വന്നത് പോളിയോ ആയിട്ടാണ് കണക്ഷൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു പോളിയോ ഇനി അപര്യാപ്ത രോഗത്തിൽ വരുമോ, ഇങ്ങനെ ഞാൻ വിചാരിച്ചു. അപ്പം നമ്മൾ ആ പിള്ളവാതം ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ എനിക്ക് അറിയണ്ടായിരുന്നില്ല. കണ അറിയായിരുന്നു, റിക്കറ്റ്സ് അറിയായിരുന്നു, പക്ഷേ പിള്ളവാതം എന്ന് പറഞ്ഞ പേരുണ്ടെന്ന് എനിക്കത് പെട്ടെന്ന് വന്നില്ല. അപ്പോൾ പിള്ളവാതം അല്ലെങ്കിൽ കണ, റിക്കറ്റ്സ്, ഇതിൻ്റെയൊക്കെ അപര്യാപ്ത രോഗമാണ് വൈറ്റമിൻ ഡി കേട്ടോ. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത കൊണ്ടാണ് ഈ ഒരു രോഗം ഉണ്ടാകുന്നത്. ഇത് കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരുതരം രോഗമാണ്. എല്ലുകളിലെ വിരൂപതയ്ക്ക് കാരണമാകുന്നതാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ എല്ലുകളിൽ വിരൂപത ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫങ്ഷൻ, ഒരു ഷേപ്പൊക്കെ മാറുന്ന ഒരു സംഭവമാണ് റിക്കറ്റ്സ്, കണ അല്ലെങ്കിൽ പിള്ളവാതം. കുട്ടികളിൽ ഉണ്ടാകുന്നതാണ്, വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമാണ്. ഇനി ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയുന്നത് എല്ലുകൾ മൃദുവാകുന്നതും എന്നതാണ് ഓസ്റ്റിയോമലേഷ്യ. അത് മുതിർന്നവരിൽ കാണപ്പെടുന്ന വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം മുതിർന്നവരിൽ നമ്മുടെ ബോൺസ് ഒക്കെ മൃദുവാകുന്ന, സോഫ്റ്റായി പോകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോമലേഷ്യ എന്നറിയപ്പെടുന്നത്. ഇനി നമ്മുടെ വൈറ്റമിൻ ഡി സൂര്യപ്രകാശ ജീവകം അല്ലെങ്കിൽ സൺഷൈൻ വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ്. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ്. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ ഡി ആണ് കേട്ടോ. അപ്പോൾ സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നുണ്ട്, സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നുണ്ട്. ഇനി ജീവകം ഡി എന്നത് ഒരു കൂട്ടം സ്റ്റിറോൾ സംയുക്തങ്ങളാണ്, അതുകൊണ്ടാണ് ഇതിനെ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ഇനി വൈറ്റമിൻ ഡി സ്വതവേ നിഷ്ക്രിയ രൂപത്തിലാണ് ഉള്ളത്. വൈറ്റമിൻ ഡിയും കരളിൽ ശേഖരിക്കപ്പെടുന്നു. അപ്പോൾ കരളിൽ ശേഖരിക്കപ്പെടുന്ന വേറൊരു വൈറ്റമിൻ വൈറ്റമിൻ ഡി ആണ് കേട്ടോ. വൈറ്റമിൻ ഡിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? അതാണ് കാൽസിഫെറോൾ. വൈറ്റമിൻ ഡി അറിയപ്പെടുന്നത് കാൽസിഫെറോൾ എന്നാണ്. വൈറ്റമിൻ ഡി തന്നെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. വൈറ്റമിൻ D2 ഉണ്ട്, വൈറ്റമിൻ D3 ഉണ്ട്. ഇതിൽ വൈറ്റമിൻ D2 അറിയപ്പെടുന്നത് എർഗോ കാൽസിഫെറോളാണ്, എർഗോ കാൽസിഫെറോളും. വൈറ്റമിൻ D3 അറിയപ്പെടുന്നത് കോൾ കാൽസിഫെറോൾ എന്നാണ്. വൈറ്റമിൻ D3 ആണെങ്കിൽ കോൾ കാൽസിഫെറോൾ എന്നറിയപ്പെടും. വൈറ്റമിൻ ഡിയുടെ ധർമ്മങ്ങൾ നോക്കാം. ചെറുകടലിൽ നിന്നും കാൽസ്യവും ഫോസ്ഫറസും വലിച്ചെടുക്കാൻ സഹായിക്കുന്നത് വൈറ്റമിൻ ഡി ആണ്. എല്ലുകളിൽ കാൽഷ്യം ഫോസ്ഫേറ്റ് നിക്ഷേപത്തിന് സഹായിക്കുന്നു. വൃക്കയിൽ നിന്ന് ഫോസ്ഫേറ്റ് വിസർജനം കൂടാൻ സഹായിക്കുന്നു. എല്ലുകളിൽ ധാതുക്കൾ സംഭരിക്കാൻ സഹായിക്കുന്നു. സ്തനാർബുദം, മലാശയാർബുദം, പല്ലിലെയും ത്വക്കിലെയും അർബുദം, ഫോസ്ഫേറ്റ് ഗ്രന്ഥിയിലെ അർബുദം
പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ അർബുദം എന്നിവയുടെ സാധ്യത ഒഴിവാക്കാൻ ജീവകം ഡിക്ക് സാധിക്കും. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത വൈറ്റമിൻ ചോദിച്ചാൽ അത് വൈറ്റമിൻ ഡി ആണ്. സൂര്യപ്രകാശമാണ് ജീവകം ഡിയുടെ സ്വാഭാവിക സ്രോതസ് എന്നറിയപ്പെടുന്നത്. പിന്നെ മീനെണ്ണ, മുട്ടയുടെ മഞ്ഞ, പാല്, വെണ്ണ, നെയ്യ് എന്നിവയിൽ നിന്ന് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടാറുണ്ട്. മത്തി, ചെമ്പല്ലി എന്നിവ വൈറ്റമിൻ ഡിയുടെ പ്രധാന സ്രോതസ്സുകളുമാണ്. ഇനി അപര്യാപ്തം നമ്മൾ പറഞ്ഞതാണ്. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തം കുട്ടികളിൽ പിള്ളവാതവും വൈകല്യമുള്ള എല്ലുകളൊക്കെ ഉണ്ടാക്കും. പിന്നെ വൈകല്യമുള്ള പല്ലുകളൊക്കെ ഉണ്ടാക്കും. മുതിർന്നവരിൽ ഓസ്റ്റിയോമലേഷ്യ ഉണ്ടാക്കും. വൃദ്ധരിലാണെങ്കിൽ ഓസ്റ്റിയോപോറസിസ് തുടങ്ങിയ കാരണങ്ങളാണ് ഈ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗം ഉണ്ടാകുന്നത്. ഇനി നമ്മുടെ ടോക്കോഫിറോൾ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന വൈറ്റമിനാണ് ഏത്? വൈറ്റമിൻ ഇ ആണ്. ഫില്ലോക്വിനോൺ ആണെങ്കിലോ അത് വൈറ്റമിൻ കെ ആണ്. ഇനി ബി നമുക്ക് കുറേ ഉണ്ട്. B1, B2, B3 അങ്ങനെ ബി കുറേ കിടപ്പുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നതാണെന്ന്? വൈഡൽ പരിശോധന ടൈഫോയിഡായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ ഇതിൽ അതിൻ്റെ രോഗകാരിയാണ് പറഞ്ഞത്. പക്ഷേ ടൈഫോയിഡാണെന്ന് അറിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇതിൽ സാൽമണല്ല ടൈഫി ആണ് ആൻസർ. വൈഡൽ പരിശോധന ആണെങ്കിൽ സാൽമണല്ല ടൈഫി. നമ്മൾ ടൈഫോയിഡ് ബാധിക്കുന്ന ശരീരത്തിലെ അവയവം ചോദിച്ചാൽ അത് ഏതാണ്? ചെറുകുടലാണ് കേട്ടോ. ടൈഫോയിഡ് ബാധിക്കുന്ന അവയവം എന്ന് ചോദിച്ചാൽ അത് ചെറുകുടലാണ്. ഇനി പ്ലാസ്മോഡിയം ഫാൽസിപാരം ഏതിൻ്റെ രോഗകാരിയാണ്? മലേറിയ അല്ലെങ്കിൽ മലമ്പനിയുടെ ബാക്ടീരിയയാണ് പ്ലാസ്മോഡിയം ഫാൽസിപാരം. അത് ബാക്ടീരിയ അല്ല, പ്രോട്ടോസോവൽ ഡിസീസാണ് കേട്ടോ. മലേറിയ എന്ന് പറയുന്നത് പ്രോട്ടോസോവൽ ഡിസീസാണ്. അതിന് കാരണമാകുന്നത് പ്ലാസ്മോഡിയം ഫാൽസിപാരാണ്. പ്രോട്ടോസോവയാണ് കേട്ടോ. അത് പ്രോട്ടോസോവയാണ്. ഏറ്റവും മാരകമായിട്ടുള്ള മലേറിയ എന്നറിയപ്പെടുന്നത് ഈ ഫാൽസിപാരം മലേറിയയാണ്. ഇനി സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയ അതിൽ തന്നെ ഉണ്ട്. നിമോണിയ എന്ന് പറയുന്നൊരു ബാക്ടീരിയയാണ്. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ആണെങ്കിലോ? ഹീമോഫിലസ് ഇൻഫ്ലുവൻസ അതെന്താ? ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഒരു പനിയാണ്. അത്രേ ഉള്ളൂ. പനി ഉണ്ടാക്കുന്നൊരു രോഗമാണ്. അപ്പോൾ നമ്മുടെ പെൻറ്റാവാലൻ്റ് വാക്സിൻ, ഈ പെൻറ്റാവാലൻ്റ് വാക്സിനിൽ ഉൾപ്പെടുന്ന വാക്സിനുകൾ ഏതൊക്കെയാണ്? അല്ല, ഏതൊക്കെ രോഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ പെൻറ്റാവാലൻ്റ് വാക്സിൻ എന്നറിയപ്പെടുന്നത്? പെൻറ്റാവാലൻ്റ് വാക്സിൻ അത് നമ്മുടെ ഏതാണ്ട് ഏതായിരുന്നു നമ്മുടെ അസുഖങ്ങൾ, 3 അസുഖങ്ങൾ നമ്മൾ പറയുമല്ലോ. DTP എന്ന് പറയുന്ന ആ 3 ഉണ്ട്. അതായത് നമ്മുടെ പെർട്ടൂസിസ് എന്ന് പറയുമ്പോൾ അത് വില്ലൻ ചുമയാണ്. പെർട്ടൂസിസ് വില്ലൻ ചുമ. അതിനുശേഷം ടെറ്റനസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഡിഫ്തീരിയ ഉണ്ട്. അപ്പോൾ ഡിഫ്തീരിയ, ടെറ്റനസ്, പെർട്ടൂസിസ് ഇവർക്ക് 3 അതുകൂടാതെ ഈ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ബി ഉണ്ട്. അത് കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ബി ഉണ്ട്. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. ഹെപ്പറ്റൈറ്റിസിൻ്റെ ഏതാണ് കറക്റ്റ് എന്ന് നോക്കട്ടെ. ബി ആണ് കേട്ടോ. ഹെപ്പറ്റൈറ്റിസ് ബി. അപ്പോൾ നമ്മുടെ ഡിഫ്തീരിയ, ടെറ്റനസ്, പെർട്ടൂസിസ് അതുപോലെ തന്നെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ബിയും ഹെപ്പറ്റൈറ്റിസ് ബിക്കും എതിരെയുള്ളതാണ് ഈ നമ്മുടെ പെൻറ്റാവാലൻ്റ് വാക്സിൻ നിർദ്ദേശിക്കുന്നത് കേട്ടോ. ഈ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് ഏത് ടൈപ്പാണ്? അതായത് നമ്മൾ 2 ടൈപ്പ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടല്ലോ. ഒന്ന് നമ്മുടെ സിറഞ്ചിലൂടെ പകരുന്നതും അല്ലെങ്കിൽ ലൈംഗികതയിലൂടെ പകരുന്നതും, അല്ലെങ്കിൽ മറ്റൊന്ന് വെള്ളത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. അപ്പോൾ അതിൽ വെള്ളത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ഏതൊക്കെയാണ്? പിന്നൊരു കണ്ടുപിടുത്തലും കൂടി ഇപ്പോൾ ഉണ്ടായി. സെർച്ച് ചെയ്തപ്പം ഈ പോളിയോൻ്റെ മലയാളത്തിൽ പറയുന്ന വേറൊരു സാധനം പിള്ളവാതം എന്ന് പറയും കേട്ടോ, പോളിയോനെ. അപ്പോൾ റിക്കറ്റ്സ് കാണാൻ അതിനെയും പിള്ളവാതം എന്ന് പറയും. അതുപോലെ പോളിയോനെയും പിള്ളവാതം എന്ന് പറയും കേട്ടോ. അപ്പോൾ എനിക്ക് തെറ്റിയതല്ല. പോളിയോനെയും പിള്ളവാതം എന്ന് പറയും കേട്ടോ. ഓക്കെ, പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് അവർ കാണാൻ റിക്കറ്റ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് പറഞ്ഞിട്ടിരുന്നത് എന്തായിരുന്നു? ജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസുകൾ ഏതൊക്കെയാണെന്നല്ലേ? ജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ്. ഓക്കെ, ജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ലൈംഗിക ബന്ധത്തിലൂടെ അല്ലെങ്കിൽ ശരീരദ്രവങ്ങളിലൂടെ പകരുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട്. അതേപോലെ ഹെപ്പറ്റൈറ്റിസ് സി ഉണ്ട് കേട്ടോ. നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയുമാണ് സിറഞ്ചിലൂടെ, ശരീരദ്രവങ്ങളിലൂടെ, അമ്മയിൽ നിന്ന് കുഞ്ഞുങ്ങളിലൂടെ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്നത് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയുമാണ്. ഇനി ജലത്തിലൂടെ പകരുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട്, പിന്നെ നമ്മുടെ ഡി ഉണ്ട്, ഇ ഉണ്ട്. ഈ ഹെപ്പറ്റൈറ്റിസ് എ അത് നോക്കണ്ട. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും മറ്റ് ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്നതാണ് മാത്രം നോക്കുക. ബാക്കിയെല്ലാം ജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ആണെന്ന് ആലോചിക്കുക. ഇനി വാക്സിനേഷൻ പോലും ഇല്ലാത്തൊരു ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. അതാണ് ഹെപ്പറ്റൈറ്റിസ് സി കേട്ടോ. സിക്ക് വാക്സിനേഷൻ പോലും ഇല്ല. ബാക്കിയെല്ലാം നമുക്ക് വാക്സിൻ കൊണ്ട് തടയാൻ പറ്റും. പക്ഷേ സി എന്ന ഹെപ്പറ്റൈറ്റിസിന് വാക്സിനേഷൻ ഇല്ല എന്നോട് ആലോചിക്കാം. ഇനിയും ഇതൊരു വൈറസാണ്. ഇതിൻ്റെ രോഗകാരി നോക്കുക, വൈറസാണ് കേട്ടോ. രോഗകാരി എന്ന് പറയുമ്പോൾ വൈറസാണ്, വൈറസ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം.
ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗ്രഹ പ്രവാഹങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആഗോളതാപനത്തിന് കാരണമാകുന്നത് ഇതിൽ ഏത് ഗ്രൂപ്പാണെന്ന്. അതിൻ്റെ ഓപ്ഷൻ ഇ ആണ് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ്, CFC, നമ്മുടെ NO2 നൈട്രസ് ഓക്സൈഡ്, അമോണിയ. ഇത് അമോണിയ അല്ല, നമ്മുടെ മീഥേൻ, CH4 മീഥേൻ. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ പറഞ്ഞാൽ തോന്നുന്നു, അത് വേറെ എവിടെയാണ് പറഞ്ഞത് ഓർമ്മയില്ല. ഓക്കെ, ഹരിതഗ്രഹ പ്രവാഹത്തിന് കാരണമാകുന്ന ഹരിതഗ്രഹ വാതകങ്ങളാണ് ഇതൊക്കെ. ഇനി ഹരിതഗ്രഹ പ്രവാഹം എന്ന് പറയുന്ന ആ ഒരു നെയിം കോയിൻ ചെയ്ത ആരെന്ന് ചോദിച്ചാൽ ജോസഫ് ഫോറിയർ ആണ് കേട്ടോ. ജോസഫ് ഫോറിയർ ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിക്കുന്നതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ ആരാണെന്ന്. ഇത് C ആണ് കേട്ടോ. ഈ ഇടയ്ക്ക് നമ്മുടെ 2024 പത്മശ്രീ പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ സംരക്ഷിച്ചതിലൂടെ കിട്ടി. സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരം കിട്ടിയത് അത് നമ്മുടെ C ആണ് കേട്ടോ. 2024 C ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അത് നമ്മുടെ കാസർഗോഡുകാരനായ സത്യനാരായണ ബല്ലേരിയാണ് കേട്ടോ. സത്യനാരായണ ബല്ലേരിയാണ്. കാസർഗോഡ് കർഷകനാണ്. പത്മശ്രീ കിട്ടിയതിൽ ഒരാളാണ്. അതുപോലെ പത്മശ്രീ കിട്ടിയതിൽ വേറെ ഒരാളാണ് ഈ നമ്മുടെ നാരായണൻ EP കേട്ടോ. EP നാരായണൻ. അത് നമ്മുടെ തെയ്യവുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് നാരായണൻ EP. അതും പത്മശ്രീ കിട്ടിയ ഒരു മലയാളിയാണ് കേട്ടോ. ബാക്കി 2 പേർക്ക് ഇന്നലെ പത്മശ്രീ കിട്ടിയിട്ടില്ല. ഇനി വേറെ എന്തെങ്കിലും അവാർഡാണോ? പത്മവിഭൂഷണോ ഇല്ല. പത്മഭൂഷൺ എന്തെങ്കിലും അല്ല, നമ്മുടെ മലയാളി അല്ല. അത് പത്മശ്രീ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ മലയാളികളല്ല കേട്ടോ. അറിയില്ല, നോക്കണം. പത്മശ്രീൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവരുണ്ടോയെന്ന്. അപ്പോൾ ഈ വട്ടത്തെ പത്മശ്രീ എത്ര പേർക്കാണ് കിട്ടിയിട്ടുള്ളത്? ഈ വട്ടത്തെ പത്മ പുരസ്കാരങ്ങൾ ടോട്ടൽ എത്ര പേർക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ 132 പേർക്കാണ് കേട്ടോ. പത്മ പുരസ്കാരങ്ങൾ 132 പേർക്ക് കിട്ടി. അതിൽ 5 എണ്ണം പത്മവിഭൂഷണായിരുന്നു, പിന്നെ 17 എണ്ണം പത്മഭൂഷണായിരുന്നു, 110 എണ്ണം പത്മശ്രീ ആയിരുന്നു കേട്ടോ. 5 എണ്ണം പത്മവിഭൂഷണായിരുന്നു, 17 എണ്ണം പത്മഭൂഷണായിരുന്നു, 110 എണ്ണം പത്മശ്രീ ആയിരുന്നു. ഓക്കെ, ഇതിൽ 5 പത്മവിഭൂഷൺ എന്ന് പറഞ്ഞു. ഓക്കെ, 17 പത്മഭൂഷൺ, അതൊക്കെ കറക്റ്റാണ്. അവാർഡിന് അർഹരായവരിൽ എത്ര വനിതകളുണ്ടെന്ന് ചോദിച്ചാൽ 30 വനിതകളാണ് കേട്ടോ. 30 വനിതകൾക്കാണ് ഈ വട്ടത്തെ പത്മ പുരസ്കാരങ്ങൾ കിട്ടിയത്. വിദേശികൾ, NRI, PIO അല്ലെങ്കിൽ OCI വിഭാഗത്തിൽ നിന്ന് 8 പേരുണ്ടായിരുന്നു. അപ്പോൾ 8 വിദേശികൾക്ക് കിട്ടി, 30 വനിതകൾക്ക് കിട്ടി. ഈ വട്ടത്തെ മരണാന്തര പുരസ്കാരങ്ങൾ 9 പേർക്കാണ് കിട്ടിയത്. അപ്പോൾ 30 വനിതകൾ, 9 മരണാന്തരം, 8 വിദേശികൾ എന്ന രീതിയിലാണ് ഇത് പോയേക്കുന്നത്. പത്മവിഭൂഷൺ കിട്ടിയ ആൾക്കാരെ പഠിക്കണം. വൈജയന്തിമാല, കല ബോളിവുഡ് നടി, ഡാൻസർ, മുൻ പാർലമെന്റ് അംഗമൊക്കെ ആയിട്ടുള്ള തമിഴ്നാട് സ്വദേശിയാണ് വൈജയന്തിമാല. ഇനി നമ്മുടെ ചിരഞ്ജീവിക്ക് കിട്ടിയിട്ടുള്ളതും കലയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. തെലുങ്ക് സിനിമാ നടനാണ്, ആന്ധ്രാപ്രദേശുകാരനാണ്. ഇനി നമ്മുടെ ആരാണ്? ചിരഞ്ജീവിയുടെ യഥാർത്ഥ നാമമാണ് കൊനിഡെല ശിവശങ്കര വരപ്രസാദ് കേട്ടോ. ചിരഞ്ജീവിൻ്റെ യഥാർത്ഥ നാമം നോക്കിക്കോ, കൊനിഡെല ശിവശങ്കര വരപ്രസാദ് എന്നാണെന്ന്. പിന്നെ വെങ്കയ്യ നായിഡു, നമ്മുടെ ഇന്ത്യയുടെ 13ാമത് ഉപരാഷ്ട്രപതിയായ ആന്ധ്രാപ്രദേശ് സ്വദേശിയായ വെങ്കയ്യ നായിഡുവിന് കിട്ടി 13ാമത് ഉപരാഷ്ട്രപതി കേട്ടോ. ഇനി ബിന്ദേശ്വർ പത്തക്ക്, അത് 2 ഫാക്ടർ ഉണ്ട്. ഒന്ന്, ബിന്ദേശ്വർ പത്തക്ക് 2023 മരിക്കുകയുണ്ടായി. 2023 അല്ലെങ്കിൽ 24 മരിക്കുകയുണ്ടായി. നമ്മുടെ ശൗചാലയമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളാണ് ഈ ബിന്ദേശ്വർ പത്തക്ക്. സുലഭ് സമാചാർ എന്ന് പറഞ്ഞ പ്രസ്ഥാനം ബിന്ദേശ്വർ പത്തക്കിനാണ്, സുലഭ് സമാചാർ. അപ്പോൾ സാമൂഹിക സേവനം, അതുപോലെ തന്നെ മരണാന്തരം. അപ്പോൾ ഓക്കെ, 2023 മരിച്ചെന്ന് തോന്നുന്നു. മരണാന്തരം കിട്ടിയതാണ്, സാമൂഹിക സേവന രംഗത്ത് കിട്ടിയതാണ് ബീഹാർ സ്വദേശിയായ ബിന്ദേശ്വർ പത്തക്കിന്. ഇനി പിന്നെ പത്മ സുബ്രഹ്മണ്യമാണ്. പത്മ സുബ്രഹ്മണ്യം കലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അയാളുടെ ഇനം ചോദിച്ചാൽ അത് ഭരതനാട്യമാണ്, തമിഴ്നാട് സ്വദേശിയാണ്. അപ്പോൾ പത്മവിഭൂഷൺ കിട്ടിയതിൽ ഒരേ ഒരു മരണാന്തരമേ ഉള്ളൂ, അത് ബിന്ദേശ്വർ പത്തക്കാണ് കേട്ടോ. ബിന്ദേശ്വർ പത്തക്ക്. ഇനി 8 മലയാളികൾക്കാണ് 2024 പത്മ അവാർഡ് കിട്ടിയത്. അപ്പോൾ 8 വിദേശികൾക്ക് കിട്ടി, അതുപോലെ തന്നെ 8 മലയാളികൾക്ക് കിട്ടി കേട്ടോ. 8 മലയാളികൾക്കാണ് പത്മ അവാർഡ് കിട്ടിയിട്ടുള്ളത്. അതിൽ 2 മലയാളികൾക്ക് പത്മഭൂഷണും 6 മലയാളികൾക്ക് പത്മശ്രീയും കിട്ടി. അപ്പോൾ ഈ പത്മഭൂഷൺ കിട്ടിയ 2 മലയാളികളാണ് നമ്മുടെ ഫാത്തിമ ബീവി, മരണാന്തരം കിട്ടി. അതുപോലെ O രാജഗോപാൽ, മുൻ കേന്ദ്രമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവായിട്ടുള്ള O രാജഗോപാലിനും കിട്ടി. ഇനി പത്മശ്രീ കിട്ടിയ മലയാളികൾ നോക്കുക. അതിൽ കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണനുണ്ട്. തെയ്യം കലാകാരനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ EP നാരായണൻ. കാസർഗോഡ് നെൽകർഷകനാണ് സത്യനാരായണ ബല്ലേരി. എഴുത്തുകാരനും വിദ്യാഭ്യാസ പ്രവർത്തനവുമായ പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാടുണ്ട്. അത് മരണാന്തരമാണ് കേട്ടോ, ചിത്രൻ നമ്പൂതിരിപ്പാടിനെ കിട്ടിയത്. പിന്നെ ആധ്യാത്മിക ആചാര്യനായ മുനി നാരായണ പ്രസാദ് ഉണ്ട്. തിരുവിതാംകൂർ കൊട്ടാരക്കരയിലെ അശ്വതിരുന്നാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി, ഇവർക്കൊക്കെയാണ് കിട്ടിയത്. അതേപോലെ പത്മഭൂഷൺ നേടിയ പ്രധാന വ്യക്തികളെ ജസ്റ്റ് ഒന്ന് നോക്കാം. വിജയകാന്ത്, കഴിഞ്ഞ വട്ടം മരിച്ച
അളഗർ ഖാൻ എന്നൊക്കെ അറിയപ്പെടുന്ന വിജയകാന്തിനുണ്ട്. മിഥുൻ ചക്രവർത്തിക്കുണ്ട്. അതേപോലെ നമ്മുടെ ഉഷ ഉദുപ്പിന് പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട പിന്നെ പാർവതി ബറു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ പാപ്പാനാണ്. പത്മശ്രീ കിട്ടുന്ന ഇന്ത്യയിലെ ആദ്യ വനിതാ പാപ്പാൻ ചോദിച്ചാൽ ആസാമിലെ പാർവതി ബറുവയാണ്. കായിക താരങ്ങളിലായ രോഹൻ ബോപ്പന്നയ്ക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ജ്യോത്സ്ന ചിന്നപ്പ ഏതോട് ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ സ്ക്വാഷ്. ജ്യോത്സ്ന ചിന്നപ്പയ്ക്ക് പത്മശ്രീ ഉണ്ട്. തമിഴ് സാഹിത്യകാരനായ ജോ ഡിക്രൂസനും പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉഷ ഉദുപ്പൊക്കെ പറഞ്ഞത് പത്മഭൂഷണാണ് കേട്ടോ. വിജയകാന്തിനും മിഥുൻ ചക്രവർത്തി, ഉഷ ഉദുപ്പിനൊക്കെ പത്മഭൂഷൺ കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ പോകാം. ശബ്ദത്തിന് പരമാവധി വേഗത ലഭിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് മാധ്യമത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വായു, സമുദ്രജലം, അലൂമിനിയം, ഹീലിയം. പരമാവധി വേഗത, മാക്സിമം വേഗത ശബ്ദത്തിന് എവിടെയാണ്? അലൂമിനിയം അല്ലെങ്കിൽ ഖരത്തിലാണല്ലേ. മാക്സിമം വേഗത ശബ്ദത്തിന് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഖരത്തിലാണ് കേട്ടോ. ഏറ്റവും കുറവ് വേഗത ശബ്ദത്തിന് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വായുവിലാണ്. ഇനി നമ്മുടെ ശബ്ദം സഞ്ചരിക്കാത്ത ഒരു സാധനം ഉള്ളത് ഏതാണ്? ആ ശൂന്യാകാശം കേട്ടോ. ശൂന്യതയിൽ നമ്മുടെ ശബ്ദം സഞ്ചരിക്കില്ല. ശൂന്യതയിൽ സഞ്ചരിക്കുന്ന ഏതാണ്? ലൈറ്റാണ് കേട്ടോ. ലൈറ്റാണ്. അപ്പോൾ അതും കൂടി ആലോചിച്ച് വെക്കാം. ഓക്കെ, അടുത്തത് ലാസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണെന്ന്. ലാസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ലാസിക് LASIK അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം അൾട്രാവയലറ്റ് രശ്മികളാണ് കേട്ടോ. ലാസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് അൾട്രാവയലറ്റ് ആണ്. എന്താണ് ഈ ലാസിക് ട്രീറ്റ്മെൻറ്റ് അല്ലേ, ലാസിക് സർജറി, അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ ലാസിക്കിൻ്റെ ഫുൾ ഫോം ലേസർ അസിസ്റ്റഡ് ഇൻ സിറ്റു കെരാറ്റോമിലിയസിസ് ആണ്. ലേസർ അസിസ്റ്റഡ് ഇൻ സിറ്റു കെരാറ്റോമിലിയസിസ് ആണ്. അപ്പോൾ കെരാറ്റോ എന്നൊക്കെ കേട്ടാൽ തന്നെ നമുക്കറിയാമല്ലേ, കണ്ണുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സാധനമാണ്. അപ്പോൾ കോർണിയൻ്റെ സർജറിയാണ് കേട്ടോ. കോർണിയൻ്റെ അല്ലെ കണ്ണിൻ്റെ സർജറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലാസിക്. ലാസിക് ഈസ് യൂസ്ഡ് ടു ട്രീറ്റ് മയോപ്പിയ, ഹൈപ്പറോപ്പിയ ആൻഡ് അസ്റ്റിഗ്മാറ്റിസം. മയോപ്പിയ, ഹൈപ്പറോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം പോലുള്ള രോഗങ്ങൾ ചികിത്സിക്കാൻ വേണ്ടിയാണ്. ഇത് വായിച്ചപ്പോഴാണ് എനിക്കൊരു വ്ളോഗ് ഓർമ്മയാണ്. കൃഷ്ണകുമാറിൻ്റെ മക്കൾക്ക് ഇപ്പോൾ കുറേ കണ്ണിൻ്റെ സർജറി ചെയ്യുന്നുണ്ട് 2 പേര്. അപ്പോൾ അവർ ഇത് ഔട്ട് ഓഫ് ദ സിലബസ് ആണ്. അപ്പോൾ അവർ ചിലപ്പം ഇതായിരിക്കും ചെയ്തതല്ലേ, ലാസിക് സർജറി ആയിരിക്കും ചെയ്തിരിക്കുന്നത്. അവർ പറഞ്ഞാൽ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്തു എന്നാണ്. അപ്പം മിക്കവാറും ലാസിക് സർജറി തന്നെ ആയിരിക്കും അവർ ചെയ്തിരിക്കുന്നത്. അപ്പം ലേസർ അസിസ്റ്റഡ് ഇൻ സിറ്റു കെരാറ്റോമിലിയസിസ് ആണ് ഈ ലാസിക് സർജറി. അതിൽ ഉപയോഗിക്കുന്ന രശ്മി ചോദിച്ചാൽ അൾട്രാവയലറ്റ് രശ്മികളാണ്. ഇനി ഭൂഗുരുത്വം മൂലമുള്ള ത്വരണത്തിൻ്റെ വില ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എവിടെയാണെന്ന്, അതായത് നമ്മുടെ ജീൻ്റെ വാല്യൂ ഏറ്റവും കൂടുതലുള്ളത് ഏത് പ്രദേശത്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അത് ധ്രുവപ്രദേശങ്ങളിലാണ് കേട്ടോ. ഭൂഗുരുത്വം ഏറ്റവും കൂടുതലുള്ളത് ധ്രുവപ്രദേശങ്ങളിലാണ്. ഭൂഗുരുത്വം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അത് ഭൂമധ്യ രേഖാപ്രദേശത്താണ് ഏറ്റവും കുറവ്. ഇനി ഭൂഗുരുത്വം 0 ആയിട്ടുള്ള പ്രദേശം അത് ഭൂകേന്ദ്രമാണ്. ഭൂഗുരുത്വം 0 ഭൂകേന്ദ്രത്തിലും, ഭൂഗുരുത്വം കുറവ് ഭൂമധ്യരേഖയിലും, ഭൂഗുരുത്വം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ധ്രുവപ്രദേശങ്ങളിലുമാണ്. ഇനി ജീൻ്റെ വാല്യൂ ഓൾമോസ്റ്റ് നമ്മൾ 9.8 എന്നാണ് പറയുക കേട്ടോ. 9.8 അതായത് ഒരു ആവറേജ് പറയുന്നത് 9.8 m/s എന്നാണ് പറയുക. ഈ ഭൂഗുരുത്വം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫോഴ്സ് ആണ് കേട്ടോ. അപ്പോൾ അതൊരു സദിശ അളവാണെന്ന് കൂടെ ആലോചിക്കുക കേട്ടോ. ഒരു ഫോഴ്സ് ആണ് ഭൂഗുരുത്വം എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു സദിശ അളവാണ്. ഓക്കെ, അടുത്ത ദിവസത്തിലോട്ട് പോകാം. ISROയുടെ അഭിമാന പദ്ധതിയായ ചന്ദ്രയാൻ 3ൻ്റെ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത് എന്നാണെന്ന്. ചന്ദ്രയാൻ 3ൻ്റെ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത് 2023 ഓഗസ്റ്റ് 23 കാരണം ഈ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നുകൊണ്ടാണ് ഓഗസ്റ്റ് 23 നമ്മുടെ നാഷണൽ ബഹിരാകാശ ദിനം, ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ നമ്മുടെ മോദി ഉത്തരവിട്ടല്ല ആചരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഡേ അങ്ങനെ കമമറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആ പ്രദേശത്തിന് എന്തറിയപ്പെടുന്നുണ്ട്? ശിവശക്തി പോയിന്റ് എന്നറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ചന്ദ്രയാൻ 2 സോഫ്റ്റ് ലാൻഡ് ചെയ്ത പ്രദേശത്തിനും പേര് കൊടുത്തു. അതാണത് തിരങ്ക പോയിന്റ് എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഇനി ചന്ദ്രയാൻ 3 ലോഞ്ച് ചെയ്ത ഡേറ്റ് ഉണ്ട്. അത് എപ്പോഴാണ് ചന്ദ്രയാൻ 3 ലോഞ്ച് ചെയ്തത്? അത് 2023 ജൂലൈ 14. 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 ലോഞ്ച് ചെയ്തത്. അത് സോഫ്റ്റ് ലാൻഡ് ചെയ്തത് ഓഗസ്റ്റ് 23. പിന്നെ നമ്മുടെ ചന്ദ്രയാൻ 3ക്ക് എത്ര പേലോഡുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 7 പേലോഡുകളാണുള്ളത്. ചന്ദ്രയാൻ 3 ആണെങ്കിലും ആദിത്യ L1 ആണെങ്കിലും 7 പേലോഡുകളുണ്ട്. അതിൽ നമ്മൾ ചന്ദ്രയാൻ 3ൽ ഫസ്റ്റ് നമ്മൾ ഒരു മൂലകത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തി. അതാണ് ഏത്? സൾഫറിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ട്. സൾഫറിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയ പേലോഡ് ചോദിച്ചാൽ അത് ലിപ്സ് ആണ് കേട്ടോ. സൾഫറിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയ പേലോഡ് ലിപ്സ് ആണ്.
പിന്നെ പിന്നെ രംഭ രംഭ ലിപ്സ് ILSA ഓക്കെ ILSA അതായത് നമ്മുടെ ചന്ദ്രയാൻ 3യുടെ ലാൻഡറാണ് ഏത് വിക്രം അല്ല ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡർ വിക്രമാണ് റോവർ എന്ന് പറഞ്ഞ പ്രഗ്യാനാണ്. അതിൽ ഈ ലാൻഡറിന് എത്രയാണ് ലാൻഡറിന് ടോട്ടൽ 7 പേലോഡുകളുണ്ട്. അതിൽ നമ്മുടെ പ്രഗ്യാൻ റോവറിനാണെങ്കിൽ 3 പേലോഡുകളുണ്ട്. റോവറിന് ഒരു പേലോഡ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിനുണ്ട്. അപ്പോൾ എത്രയായി ബാക്കി ഇനിയും 3 പേലോഡുകളാണ് വിക്രമിനുള്ളത്. ഞാൻ ഒന്ന് കൺഫേം ചെയ്തിട്ട് പറയാം. ഓക്കെ. ഇപ്പോൾ നമ്മുടെ റോവറിൻ്റെത് മിസ്റ്റേക്ക് ഉണ്ട്, ഒന്നുകൂടെ പറയാം. റോവറിനാണെങ്കിൽ 2 നമ്മുടെ എന്തുണ്ട് പേലോഡുകളുണ്ട്. ഇനി ലാൻഡറിനാണെങ്കിൽ 4 പേലോഡുകളുണ്ട്. പിന്നെ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിന് 1 പേലോഡാണുള്ളത്. അപ്പോൾ അതിൽ ലാൻഡറിൻ്റെ പേലോഡുകളാണ് രംഭ LP, ശാസ്തെ, ILSA. ഇത് 3ഉം നമ്മുടെ ISRO നിർമ്മിച്ച പേലോഡുകളാണ്. ഇതിന് പുറമെ ഒരു LRA ഉണ്ട്. LRA ലേസർ റിട്രോ റിഫ്ലക്റ്റീവ് അറേ. അത് നമ്മുടെ നാസ രൂപകൽപ്പന ചെയ്ത പേലോഡാണ് LRA. ഇനി റോവറിനുള്ളതാണ് ലിപ്സ്, ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രൈറ്റ് ഗ്രൗണ്ട് സ്പെക്ട്രോസ്കോപ്പി. ഈ ലിപ്സാണ് ശരിക്കും സൾഫറിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത്. പിന്നീട് ശരിക്കും അത് മാഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ, പൊട്ടാസ്യം, കാൽഷ്യം, ടൈറ്റാനിയം, അയൺ പോലുള്ളതിനെ നിരീക്ഷിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ കണ്ടുപിടിച്ചിട്ട് വന്നത് സൾഫറിനെയാണ് മാത്രം. ഇനി അപ്പെക്സ് ഉണ്ട്, APXS. അപ്പെക്സ് എന്നൊന്നുമല്ല, APXS. അതും നമ്മുടെ ആരുടെയാണ് റോവറിൻ്റെ പേലോഡാണ്. ഇനി അത് കൂടാതെ പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ വരുന്നതാണ് ഷേപ്പ് കേട്ടോ. ഷേപ്പ് പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ വരുന്നത്. അത് ഈ PYQ ഇടയ്ക്ക് നടന്ന ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ടോപ്പിക്സ് ആണല്ലോ. ചന്ദ്രയാൻ 3, ആദിത്യ L1, അതൊക്കെ ട്രെൻഡിങ് ടോപ്പിക്സ് ആണ്. നാരീശക്തി. അപ്പോൾ ഈ ഇടയ്ക്ക് വന്ന വേറൊരു ക്വസ്റ്റ്യനിൽ ഇതിൽ ഏതാണ് ലാൻഡർ, വിക്രം ലാൻഡറിൻ്റെ പേലോഡിൽ ഉൾപ്പെടാത്തതെന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ആൻസർ ഷേപ്പ് ആയിരുന്നു. ഷേപ്പ് ഏതാണ് പ്രൊപ്പൽഷൻ മൊഡ്യൂളിലെ പേലോഡാണ് ഷേപ്പ് കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള മൂലകങ്ങളെ പറയുന്ന പേര് എന്താണെന്ന്. ഒരേ മാസ് നമ്പറാണ്, വ്യത്യസ്ത അറ്റോമിക് നമ്പറാണ്, അപ്പോൾ വ്യത്യസ്ത മൂലകങ്ങളും ആയിരിക്കുമല്ലോ. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ഐസോബാർ കേട്ടോ. ഐസോബാറുകളാണ് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള മൂലകങ്ങൾ. അപ്പോൾ ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകങ്ങളെ വിളിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഐസോടോപ്പുകളാണ്. ഇനി ഐസോടോണുകൾ എന്താണെന്ന് ചോദിച്ചാൽ ഐസോടോണുകൾ അത് ന്യൂട്രോണുകളിൽ വ്യത്യാസം വരുന്ന ന്യൂട്രോണുകൾ സെയിം ആയിട്ട് വരുന്ന വ്യത്യസ്ത മൂലകങ്ങളെ വിളിക്കുന്നതാണ് ഐസോടോണുകൾ. ന്യൂട്രോണുകൾ സെയിം ആയിട്ട് വരുന്ന വ്യത്യസ്ത മൂലകങ്ങളാണ് ഐസോടോണുകൾ. ഐസോമറുകൾ എന്ന് വെച്ചാൽ ഷേപ്പിൽ അവരുടെ മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷേ അവരുടെ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുമ്പം മോളിക്കുലർ ഫോർമുല നമ്മൾ എഴുതുമ്പം ഒരേപോലെ നമുക്ക് കിട്ടും. കാർബൺ ഇത്ര നമ്പർ ആയിരിക്കും, ഹൈഡ്രജൻ ഇത്ര നമ്പർ ആയിരിക്കും, ഓക്സിജനൊക്കെ സെയിം നമ്പർ ആയിരിക്കും. പക്ഷെ അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ 3D സ്ട്രക്ചറൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ അലൈൻമെൻറ്റ്, അതിൻ്റെ ആ ഒരു മെമ്പേഴ്സിൻ്റെ അലൈൻമെൻറ്റ് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു എണ്ണത്തിൽ ചിലപ്പോൾ ആൽക്കഹോൾ ആയിരിക്കും, ഒരെണ്ണത്തിൽ ചിലപ്പോൾ ആൽഡിഹൈഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിൽ ഡിഫറൻസ് വരും. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഐസോമറുകൾ എന്ന് വിളിക്കുന്നത്. ഒരേപോലത്തെ മോളിക്കുലർ ഫോർമുല ഉണ്ടായിരിക്കും, പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറുകളോ കെമിക്കൽ പ്രോപ്പർട്ടീസോ ഒക്കെ ഉള്ളതിനാണ് നമ്മൾ ഐസോമറുകൾ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത ദിവസം താഴെ തന്നിരിക്കുന്നവയിൽ അയോണീകരണ ഊർജ്ജം ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണെന്ന്. ഓക്കെ. ഈ കേസിൽ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം അത്യാവശ്യം നമുക്കറിയാവുന്ന കേസ് വെച്ച് നോക്കുമ്പോൾ അയണൈസേഷൻ എനർജി താഴോട്ട് വരുമ്പോൾ കുറഞ്ഞു വരും, പിന്നെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ കൂടി വരും എന്നാണ് നമ്മൾ പഠിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പം ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് എലമെൻ്റ് ആണ്. ഇതെല്ലാം ഒരേ പീരീഡിലുള്ള എലമെൻറ്റ്സുകളാണ്, പക്ഷേ ഗ്രൂപ്പ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് എന്ന് പറയുന്നത് ബോറോൺ ആണ്, പിന്നെ ബോറോൺ കഴിഞ്ഞ് വരുന്നത് കാർബൺ ആണ്, പിന്നെ നൈട്രജൻ ആണ്, പിന്നെ ഓക്സിജൻ ആണ്. ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഇത് 13th ഗ്രൂപ്പ്, ഇത് 14th ഗ്രൂപ്പ്, 15th ഗ്രൂപ്പ്, 16th ഗ്രൂപ്പ്. അപ്പം എന്തായാലും ഇങ്ങോട്ടാണ് അയണൈസേഷൻ എനർജി കൂടി വരേണ്ടത് നമുക്കറിയാം. അപ്പോൾ അതനുസരിച്ച് ഓക്സിജനാണ് വരുന്നത്. അപ്പോൾ ഓക്സിജൻ ഇട്ട് വെക്കാനൊരു ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ആൻസർ നൈട്രജൻ ആണ് വരുന്നത്. കാരണം ഒരു റൂളും കൂടെ ഉണ്ട്, ഒരു എക്സെപ്ഷണൽ റൂളും ഉണ്ട്. അത് നമുക്കറിയാവുന്ന റൂൾ തന്നെയാണ്. അതായത് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പം, അതായത് നമ്മുടെ നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? ഓക്കെ. നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ 7 ആണല്ലേ. 7 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1s2, 2s2, 2p3 എന്ന് എഴുതാം. ഓക്സിജൻ ആകുമ്പോൾ അത് 8 ആവും. അതായത് 1s2, 2s2, 2p4 ആവും. നമുക്കറിയാം ഒരു ഓർബിറ്റലിൻ്റെ ഹാഫ് ഫിൽഡ് ഓർബിറ്റലും അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡ് ഓർബിറ്റലായിരിക്കും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത് ദാൻ
മറ്റ് ഫിൽഡ് ഓർബിറ്റലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇതിൽ നമ്മുടെ നൈട്രജൻ്റെ പി എന്ന് പറയുന്നത്, പിയിൽ ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 6ആണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് ഫിൽഡ് എന്ന് പറയുമ്പോൾ അത് 3ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ ഈ 2p3 ഹാഫ് ഫിൽഡ് ആയതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ സ്റ്റേബിളാണ്. ഇവിടുത്തെ പി ഓർബിറ്റൽ ഈ നമ്മുടെ ഓക്സിജൻ്റെ പി ഓർബിറ്റലിനെ അപേക്ഷിച്ച് നൈട്രജൻ്റെ പി ഓർബിറ്റൽ കൂടുതൽ സ്റ്റേബിളാണ്. അപ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോണുകളെ ഈ അയണൈസേഷൻ എനർജി എന്ന് പറയുമ്പോൾ ഇലക്ട്രോണുകളുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണെ പുറത്തെടുക്കാനുള്ള എനർജിയാണ് അയണൈസേഷൻ എനർജി. അപ്പോൾ ഈ പിൻ്റെ ഒരു ഇലക്ട്രോണെ പുറത്തെടുക്കുക എന്ന ആ സ്റ്റേബിൾ ആയിട്ടുള്ള ഓർബിറ്റിൽ നിന്ന് പുറത്തെടുക്കുക എന്നത് കുറച്ചും കൂടി എനർജി ആവശ്യമായിട്ടുള്ള പ്രോസസ്സാണ് ദാൻ എന്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഓക്സിജനെ കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഇവിടെ നൈട്രജന് കൂടുതൽ അയണൈസേഷൻ എനർജി വരാനുള്ള കാരണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഓടിക്കയറി ആൻസർ ചെയ്യാൻ നിൽക്കരുത്. അതിൽ എന്തെങ്കിലും ഒരു എക്സെപ്ഷണൽ കേസ് വരുന്നുണ്ടോ എന്ന് കുറച്ചും കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് മാത്രം ആൻസർ കൊടുക്കുക. ഇതൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആവാനാണ് വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നൈട്രജൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പം ഇതിങ്ങനെ ഒരു എക്സെപ്ഷൻ ഇല്ലെങ്കിൽ കൂടി ഈ ഒരു ക്വസ്റ്റ്യൻ റാങ്ക് മേക്കിംഗ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിപ്പം ഇങ്ങനെ ഫുള്ളി ഇങ്ങനെ ഒരു തുടക്കക്കാരോ അല്ലെങ്കിൽ കുറച്ച് അറിയാവുന്ന സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക്, ഇതങ്ങനെ പഠിക്കാത്ത ആൾക്കാർക്ക് ഇങ്ങനെ ഒരു കാര്യം പോലും ചിലപ്പം അറിഞ്ഞുകൂടാന്ന് വന്നിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് എങ്ങനെ അയണൈസേഷൻ എനർജി വരും, താഴോട്ട് പോകുമ്പോൾ അയണൈസേഷൻ എനർജി എങ്ങനെയാണ് അങ്ങനെ ചോദിച്ചാൽ ചിലപ്പോൾ പറയുമായിരിക്കും. പക്ഷേ ഇങ്ങനെ ഇൻഡയറക്റ്റായിട്ട് ചോദിക്കുമ്പോൾ ഒന്ന് കുഴയും നമ്മുടെ എക്സാം ഹാളിൽ. പിന്നെ ഇതിങ്ങനെ എക്സെപ്ഷണൽ വന്നുകൊണ്ട് ഇത് ഒബ്വിയസ്ലി ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലൂയിസ് ക്ഷാരത്തിന് ഉദാഹരണമായിട്ടുള്ളത് ഏതാണ്? ലൂയിസ് ക്ഷാരം. ക്ഷാരം എന്ന് പറയുന്നത് എന്താണ്? ബേസ് ആണ് കേട്ടോ. അത് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞതാണ്. അമ്ലമാണെങ്കിൽ ആസിഡാണ്. അപ്പോൾ ലൂയിസ് ബേസിന് ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ അമോണിയാണ് കേട്ടോ. അമോണിയാണ് ലൂയിസ് ബേസിന് ഉദാഹരണമായിട്ട് വരുന്നത്. ബാക്കി നമ്മുടെ BH3 ആണെന്നും AlCl3 ആണെന്നും BCl3 ആണെങ്കിലൊക്കെ ലൂയിസ് ആസിഡിന് ഉദാഹരണമാണ്. ഇതൊരു സമയത്ത് നമ്മുടെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് നിരന്തരമായിട്ട് ഏതെങ്കിലുമൊക്കെ എക്സാമിന് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ മസ്റ്റാണ്. അപ്പം ഇതിനെപ്പറ്റി ഇപ്പോഴും പഠിക്കാത്തവരുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു മാർക്ക് എന്തായാലും കുറവാകും എന്നാണ് ഇന്ന് എനിക്ക് പറയുള്ളൂ. കാരണം ഇതിപ്പോൾ നിരന്തരം ഒരു 5-6 എക്സാംസിന്, കഴിഞ്ഞ പോയിട്ടുള്ള 5-6 എക്സാംസിന് നിരന്തരമായിട്ട് ചോദിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ലൂയിസ് ബേസ് ലൂയിസ് ആസിഡും. അപ്പോൾ ഇതിൽ ലൂയിസ് ബേസ് NH3 ആണ്, ബാക്കിയുള്ള ലൂയിസ് ആസിഡാണ്. ഇതിൻ്റെ ഒരു കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ലൂയിസ് ആസിഡ് എന്ന് പറയുമ്പം ഈ മോളിക്യൂളിൽ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഇലക്ട്രോൺ കാണും. അതിന് ഇലക്ട്രോൺസ് കുറവായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് കൺവിൻസിങ് ആവുന്ന അറിയില്ല, എന്നാലും ഞാൻ ഇതിൻ്റെ കറക്റ്റുള്ള കാര്യം പറയാം. ലൂയിസ് ആസിഡ് എന്ന് പറയുമ്പോൾ അതിൽ ഇലക്ട്രോൺസ് കുറവായിരിക്കും. ആ ഒരു കോമ്പൗണ്ടിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് ഇലക്ട്രോൺസിനോട് എന്തായിരിക്കും? ഇലക്ട്രോൺസിനോട് അഫിനിറ്റി ആയിരിക്കും. ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യാൻ, ഇലക്ട്രോൺസിന് വേണ്ടിയിട്ടുള്ള ഒരു അഫിനിറ്റി കൂടുതലായിരിക്കും അവർക്ക്. അപ്പോൾ ഇലക്ട്രോൺസിനോട് അഫിനിറ്റി ഉള്ളത് അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം കുറവായിട്ടുള്ളതിനാണ് നമ്മൾ ലൂയിസ് ആസിഡ് എന്ന് വിളിക്കുന്നത്. നേരെ മറിച്ച് ലൂയിസ് ബേസ് ആണെങ്കിലോ അതിന് ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആയിരിക്കും. അതിന് ഇലക്ട്രോൺ കൊടുക്കാനുള്ള ടെൻഡൻസി ആയിരിക്കും. അതാണ് ലൂയിസ് ബേസ്. അപ്പോൾ ഇതിൽ അമോണിയ, പിന്നെ നമ്മുടെ വാട്ടർ മോളിക്യൂള്, ഇതൊക്കെ ലൂയിസ് ബേസിന് ഉദാഹരണമാണ്. കാരണം ഈ അമോണിയയിലും വാട്ടറിലും ഒക്കെ അധികമായിട്ട് ഇലക്ട്രോണുകളുണ്ട്. അതായത് നമ്മളിപ്പം ഈ NH3 എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നൈട്രജൻ്റെ ഔട്ടർ നമ്മൾ ഇതുണ്ടല്ലോ, നമ്മുടെ ഒക്ടറ്റ് റൂൾ അനുസരിച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പുറത്ത് നമ്മളിങ്ങനെ എഴുതൂല, എന്താണെന്ന് പറയാം. ഓക്കെ, എന്തെങ്കിലും ആട്ടെ. ഓക്കെ, നൈട്രജന് നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞു 7 ഇലക്ട്രോൺസ് ആണുള്ളത്. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2, 5 എന്ന് എഴുതും. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്രയാണ്? 5 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. 1, 2, 3, 4, 5 ഇങ്ങനെ എഴുതാൻ പറ്റും. അതിൽ ഈ 3 ഇലക്ട്രോണുകൾ ഹൈഡ്രജൻ ഒക്കുപ്പൈ ചെയ്തു. ബാക്കി 2 ഇലക്ട്രോൺ ഇപ്പോഴും അതിൻ്റെ കൂടെ ഉണ്ട്. അതായത് ഇത് ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. ഇനി വാട്ടറിനെ എടുത്ത് നോക്കിയേ. വാട്ടർ എന്ന് പറയുമ്പോൾ ഇതാണ് സ്ട്രക്ചർ, ഇങ്ങനെ വരും സ്ട്രക്ചർ. അപ്പോൾ 2 ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ല, തിരിച്ച് ഓക്സിജന് 2 ഓക്സിജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് 8 ആണ്. അതായത് 2, 6 എന്ന് വരും അല്ലേ. അതായത് 2 ഹൈഡ്രജൻ കൊണ്ടുപോയി, ബാക്കി എത്ര ഉണ്ട്? 1, 2, 3, 4 ഇലക്ട്രോൺ ഉണ്ട്. അതായത് ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള വേറൊരു കോമ്പൗണ്ടാണ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ളതിനെ നമ്മൾ ലൂയിസ് ആസിഡ് എന്ന് വിളിക്കും. ലൂയിസ് ബേസ് എന്ന് വിളിക്കും. ഇലക്ട്രോൺ കുറവുള്ളതിനെ നമ്മൾ ലൂയിസ് ആസിഡ് എന്ന് വിളിക്കും. അതായത് ഇപ്പോൾ AlCl3 എടുത്തു കഴിഞ്ഞാൽ ഈ അലൂമിനിയം എന്ന് പറയുന്നത് 13 ആണ്. അലൂമിനിയത്തിൻ്റെ എന്താ പറയുക ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 13 ആണ്. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോണുകളാണ് ഉള്ളത്. ഈ 3 ഇലക്ട്രോൺ ആർക്ക് കൊടുത്തു? ക്ലോറിന് കൊടുത്തു. അപ്പോൾ ബാക്കി ഇലക്ട്രോണുകളൊന്നും ഇല്ല ഇതിന്. അപ്പോൾ ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും അലൂമിനിയത്തിനുള്ളത്. അതുപോലെ BCl3 എടുത്തതിന് ബോറോൺ ആണ്. ബോറോണിൻ്റെ അറ്റോമിക് നമ്പറും 3 അല്ലേ? ബോറോണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയും 3 അല്ല 5 അല്ല. ഓക്കെ, 5 തന്നെയാണ് ബോറോണിൻ്റെ അറ്റോമിക് നമ്പർ 5. അതായത് 2
മൂന്നെണ്ണം, അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ വീണ്ടും 3 ആ 3 ക്ലോറിൻ എടുത്തു. അപ്പോൾ വീണ്ടും അത് ഇലക്ട്രോൺ ഡിഫിഷ്യൻ്റ് ആയിട്ട് വരും, ഇലക്ട്രോൺ കുറവ് വരും. അതുപോലെ BH3 എടുത്താലും ബോറോൺ തന്നെയാണ്, ആ 3 ഇലക്ട്രോൺ എടുത്തു. അപ്പോൾ വീണ്ടും അതിനെന്താണ്, ഇലക്ട്രോൺ ഇല്ല, അതിന് എക്സ്ട്രാ കൊടുക്കാനുള്ള ഇലക്ട്രോൺ ഒന്നും ഇല്ല. അപ്പോൾ ഇലക്ട്രോൺ ഇല്ലാത്തതാണ് മോസ്റ്റ്ലി ലൂയിസ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ലൂയിസ് ബേസ് ആണ്. ഇനി ഇതൊന്നും നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. നമ്മുടെ കാർബണിൻ്റെ അറ്റോമിക് ഈ ഗ്രൂപ്പ് നമ്പർ എന്താണ്, 14th അല്ലേ കാർബൺ. ഇതിൻ്റെ ഇങ്ങോട്ടേക്കുള്ള എലമെൻറ്റ്സ്, അതായത് നമ്മുടെ 13th, പിന്നെ 2 വരില്ല, 13th ഗ്രൂപ്പും ഈ 13th ഗ്രൂപ്പിൽ വരുന്നതെല്ലാം എന്തായിരിക്കും, ലൂയിസ് ആസിഡ് ഫോം ചെയ്യുന്നതായിരിക്കും. 13th ഗ്രൂപ്പിൽ വരുന്നതെല്ലാം ലൂയിസ് ആസിഡ് ഫോം ചെയ്യും. അതായത് നമ്മുടെ ബോറോണ്, അലൂമിനിയം, ഇങ്ങനെയൊക്കെയുള്ള കോമ്പൗണ്ട്സ് ലൂയിസ് ആസിഡ് ഫോം ചെയ്യും. ഇനി ഈ കാർബൺ ഫാമിലി കഴിഞ്ഞ് വരുന്ന നമ്മുടെ 15, 16, 17 ഇങ്ങനെയൊക്കെയുള്ള 17 പിന്നെ വരില്ല, 15, 16 ഈ 2 ഗ്രൂപ്പ്സ് എന്ത് ഫോം ചെയ്യും, ലൂയിസ് ബേസ് ഫോം ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെയെങ്കിലും പഠിച്ചു വെക്കാം. 15, 16 ഗ്രൂപ്പിലുള്ളവർ ലൂയിസ് ബേസ്, അതായത് നൈട്രജനൊക്കെ ഇതിൽ വരുന്നതാണ്, 15ാം ഗ്രൂപ്പിൽ വരുന്നതാണ്. H2Oയിൽ ഓക്സിജൻ ഏത് ഗ്രൂപ്പിൽ വരുന്നതാണ്, 16ാം ഗ്രൂപ്പിൽ വരുന്നതാണ്. അപ്പോൾ അതായത് ഇതിനൊക്കെ ഇലക്ട്രോൺ കൂടുതലായിരിക്കും ഉള്ളത്. അപ്പോൾ അതൊക്കെ ലൂയിസ് ബേസ് ഫോം ചെയ്യും. എന്നാൽ അലൂമിനിയം, ബോറോൺ പോലെയുള്ളത് 13th ഗ്രൂപ്പിൽ വരുന്നതാണ്, അതെന്തായിരിക്കും, ലൂയിസ് ആസിഡ് ഫോം ചെയ്യും. ഇങ്ങനെയെങ്കിലും ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒരു ഹിൻ്റായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം നമുക്ക്. ടൈറ്റാനിയം ഡയോക്സൈഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ധാതു ഏതാണ്? ടൈറ്റാനിയം ഡയോക്സൈഡിൻ്റെ നമ്മുടെ അലോയ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്താണ്, ഇൽമനൈറ്റ് ആണ്. ഇൽമനൈറ്റ് ആണ് ടൈറ്റാനിയത്തിൻ്റെ അലോയ്. ഇപ്പോൾ മോണോസൈറ്റ് എന്തിൻ്റെയാണ്, മോണോസൈറ്റ് തോറിയത്തിൻ്റെയാണ്. ഇനി ഓക്കെ, മോണോസൈറ്റ് തോറിയമാണ്. അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ഭൈരവി കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? ഭൈരവി കോലം ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചുള്ളത് പടയണിയാണ് കേട്ടോ. പടയണിയാണ് ഭൈരവി കോലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇനി കിളിക്കാലം ആരുടെ ആത്മകഥ എന്ന് ചോദിച്ചാൽ അത് P. വത്സലയുടെയാണ് കേട്ടോ. ഇതൊന്നും അങ്ങനെ ഞാൻ പറയുന്നില്ല, എക്സ്പ്ലനേഷൻ ഒന്നും നിങ്ങൾ നോക്കിയാൽ മതി. അതുകൊണ്ടാണ് കിളിക്കാലം എന്നത് ആരുടെ ആത്മകഥയാണ്, P. വത്സലയുടെയാണ്. ഈ P. വത്സല മരിച്ചൊരു ഡേറ്റ് ഉണ്ടല്ലോ, ഏത് ഡേറ്റിലാണ് P. വത്സല മരിച്ചത്? 2023 നവംബർ 21. 2023 നവംബർ 21 P. വത്സല മരിച്ചു. 2023 നവംബർ 23 മരിച്ചൊരു വ്യക്തി ഉണ്ടല്ലോ, അതാരാണ്? അത് ഫാത്തിമ ബീവിയാണ് കേട്ടോ. 2023 നവംബർ 23 ഫാത്തിമ ബീവി അന്തരിച്ചു. P. വത്സല അന്തരിച്ചത് 2023 നവംബർ 21. കിളിക്കാലം എന്നത് P. വത്സലയുടെ ആത്മകഥയാണ്. ഈയിടയ്ക്ക് കറണ്ട് അഫെയറിൽ 2-3 ദിവസം മുന്നേ വന്നത് തോന്നുന്നു, P. വത്സലയുടെ അവസാനം ഇറങ്ങിയ നോവൽ എന്നാണ്. അതായത് P. വത്സല മരിച്ചതിന് ശേഷം പ്രസിദ്ധീകരിച്ച നോവലാണ്. അത് ചിത്രലേഖയാണ് കേട്ടോ. P. വത്സലയുടെ അവസാനം ഇറങ്ങിയ നോവൽ ചോദിച്ചാൽ അത് ചിത്രലേഖയാണ്. P. വത്സലയുടെ മുഴുവൻ പേര് നോക്കിക്കോ, പാറക്കുളത്തിൽ വത്സല എന്നാണ്. P. വത്സലയുടെ മുഴുവൻ പേര് ചോദിച്ചാൽ അത് പാറക്കുളത്തിൽ വത്സലയാണ്. തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്നത് P. വത്സലയാണ്. തിരുനെല്ലിയുടെ കഥാകാരിയാണ് P. വത്സല. ഇനി വയനാടൻ സാമൂഹിക ജീവിതം പശ്ചാത്തലമാക്കി എഴുതിയ നോവൽ ത്രയങ്ങളുണ്ട്. അതാണ് നെല്ല്, ആഗ്നേയം, കൂമൻകൊല്ലി. അപ്പം നെല്ല്, ആഗ്നേയം, കൂമൻകൊല്ലിയൊക്കെ P. വത്സലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വയനാട് ആസ്പദമാക്കി എഴുതിയിട്ടുള്ള കൃതികളാണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടി. ഏതിന്? നമ്മുടെ നെല്ല് എന്നുള്ള കൃതി. അതല്ല, എഴുത്തച്ഛൻ പുരസ്കാരം നമ്മൾ അങ്ങനെ പറയാറില്ല, സമഗ്ര സംഭാവനയാണ്. ഓക്കെ, അപ്പോൾ 2021 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടി. പക്ഷെ എനിക്കൊന്നപ്പം ഇതിന് നെല്ല് എന്നുള്ള കൃതിനെ പരാമർശിച്ച് പറയുമോ, അങ്ങനെ എന്തോ ഉണ്ടായെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, അപ്പം 2021 നമ്മുടെ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത്. P. വത്സലയുടെ നെല്ല് എന്ന നോവലിനെ ആസ്പദമാക്കി രാമു കാര്യായിട്ട് സംവിധാനം ചെയ്ത ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ അതും നെല്ല് തന്നെയാണ്. 1974 പുറത്തിറങ്ങിയ ചിത്രമാണ് നെല്ല് കേട്ടോ. ഈ ചിത്രത്തിന് തിരക്കഥ രചിച്ചത് രാമു കാര്യായിട്ടും KG ജോർജും ചേർന്നിട്ടാണ്. KG ജോർജും ഈ ഇടയ്ക്ക് മരിച്ച സംവിധായകനാണ് കേട്ടോ, അതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ ഈ നെല്ലിൻ്റെ തിരക്കഥ രചിച്ചത് രാമു കാര്യായിട്ടും KG ജോർജും കൂടെ ചേർന്നിട്ടാണ്. സംവിധായകനാണ്, അത് നെല്ലിൻ്റെ തിരക്കഥാകൃത്തും കൂടിയാണ് കേട്ടോ, ഈ KG ജോർജ്. ഇനിയും നമ്മുടെ നെല്ലിലെ ഒരു കഥാപാത്രം നോക്കിക്കോ, രാഘവൻ നായർ നെല്ലിലെ കഥാപാത്രമാണ്. ആഗ്നേയത്തിലെ കഥാപാത്രമാണ് നക്സൽ നേതാവ് വർഗീസും നങ്ങേമേ. വർഗീസുണ്ട്, പിന്നെ നങ്ങേമയുണ്ട്. നിഴലുറങ്ങാത്ത വഴികളിലെ കഥാപാത്രം, നിഴലുറങ്ങാത്ത വഴികളും നമ്മുടെ P. വത്സലയുടെ തന്നെയാണ് കേട്ടോ. നിഴൽ ഉറങ്ങാത്ത വഴികൾ, അതിലൊരു കഥാപാത്രമാണ് മാധവി. അതേപോലെ ഈ ഇടയ്ക്ക് നെല്ലിലെ വേറൊരു കഥാപാത്രം മരിച്ചിരുന്നു, P. വത്സലയുടെ ഒരു കഥാപാത്രം. അതിൻ്റെ പേര് അതൊരു രാഗിണി. അതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, രാഗിണി എന്നെന്തോ ആണ്. രാഗിണി, അത് വേറൊരു പേരുണ്ടെന്ന് നോക്കുക കേട്ടോ. P. വത്സലയുടെ ഈ ഇടയ്ക്ക് മരിച്ചൊരു കഥാപാത്രത്തിൻ്റെ പേരാണത്. ഓക്കെ,
അപ്പോൾ അടുത്ത ക്വസ്റ്റിനോട് പോകാം. വാട്ടർ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിലെ ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരുടെ എണ്ണം എത്രയാണ്? വാട്ടർ പോളോയിലെ കളിക്കാരുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ആൻസർ 7 ആണ് കേട്ടോ. വാട്ടർ പോളോയിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം 7 ആണ്. ഇനി ഇതേപോലെ 7 വരുന്ന വേറെ 2 കാര്യങ്ങളുണ്ട്. അതോടെ നോക്കുക. കബഡിയും നെറ്റ് ബോളും അതുപോലെ തന്നെ വാട്ടർ പോളോ, ഈ 3 എണ്ണത്തിൽ ആളുകളുടെ എണ്ണം 7 ആണ് കേട്ടോ. വാട്ടർ പോളോ ഉണ്ട്, കബഡി ഉണ്ട്, നെറ്റ് ബോൾ ഉണ്ട്. എന്നാൽ പോളോയിൽ എത്ര ആൾക്കാരുണ്ട്? പോളോയിൽ 4 പേരുള്ളൂ കേട്ടോ. പോളോ എന്ന് എഴുതുമ്പോൾ 4 അക്ഷരങ്ങളല്ലേ, അപ്പോൾ അതിച്ച് നോക്കുക. പോളോയിൽ 4 പേരാണ്. എന്നാൽ വാട്ടർ പോളോയിൽ 7 പേരുണ്ട്. ബാസ്ക്കറ്റ് ബോളിൽ എത്ര പേരുണ്ട്? ബാസ്ക്കറ്റ് ബോൾ 5 ആണ് കേട്ടോ. ബാസ്ക്കറ്റ് ബോളും വനിതാ ബാസ്ക്കറ്റ് ബോളും 5 ആണ്. അതുപോലെ റഗ്ബിയിൽ എത്ര പേരുണ്ട്? റഗ്ബിയിൽ 15 പേരാണ്. വോളിബോളിൽ 6 പേരാണ്. പിന്നെ ബേസ്ബോളിലാണെങ്കിലോ ബേസ്ബോളിൽ 9 പേരാണ് കേട്ടോ. ബേസ്ബോളിൽ 9 പേര്. അതുപോലെ 9 ഉള്ളത് ഖോഖോയിലാണ്. ഖോഖോയിൽ 9 ആണ്, ബേസ്ബോൾ 9 ആണ്. ഇനി നമ്മൾ വോളിബോൾ 6 പറഞ്ഞു. അതുപോലെ നമ്മുടെ ഐസ് ഹോക്കിയിലും 6 പേരാണ്. വോളിബോളും ഐസ് ഹോക്കിയും 6 ആണ്. പിന്നെ ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിലൊക്കെ 11 പേരാണ്. ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോളൊക്കെ 11 ആണ്. ബീച്ച് വോളിബോൾ ഉണ്ട്, അതിൽ 2 പേരേ ഉള്ളൂ കേട്ടോ. വോളിബോൾ നമ്മൾ 6 പറഞ്ഞു, എന്നാൽ ബീച്ച് വോളിബോൾ 2 പേരാണുള്ളത്. ഇനി ലാക്രോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനമുണ്ട്, അതിൽ 10 പേരാണ് കേട്ടോ. ലാക്രോസിൽ 10 ആണ്, എന്നാൽ വനിതാ ലാക്രോസിൽ 12 പേരാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നോക്കാം. അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. ആയുർവേദ വൈദ്യ സമ്പ്രദായത്തെക്കുറിച്ചുള്ള ഗ്രന്ഥമായ ശരത് ചന്ദ്രിക രചിച്ചത് ആരാണെന്ന്? ഓക്കെ, ശരത് ചന്ദ്രിക എന്നത് ആയുർവേദ വൈദ്യ സമ്പ്രദായത്തെക്കുറിച്ചുള്ള ഗ്രന്ഥമാണ്. ഇത് രചിച്ചത് പരവൂർ കേശവനാശാനാണ് കേട്ടോ. പരവൂർ കേശവനാശാൻ. ഈ പരവൂർ കേശവനാശാൻ്റെ ഒരു വളരെ പ്രസിദ്ധമായിട്ടൊരു പത്രം ഉണ്ടല്ലോ, അതാണ് ഏത്? സുജനനന്ദിനി കേട്ടോ. സുജനനന്ദിനി നമ്മുടെ പരവൂർ കേശവനാശാൻ്റെ പത്രമാണ് സുജനനന്ദിനി. ഇനി സുജനനന്ദിനി ഏത് വർഷമാണ് വന്നത്? സുജനനന്ദിനി അത് 1891. നമ്മുടെ എന്തായിരുന്നു 1891 വേറൊരു സംഭവം നടന്നല്ലോ, മലയാളി മെമ്മോറിയൽ വന്ന വർഷമാണ് സുജനനന്ദിനി പത്രം നമ്മുടെ പരവൂർ കേശവനാശാൻ്റെ നേതൃത്വത്തിൽ വന്നത് കേട്ടോ, 1891. എന്നാൽ ഈ സുജനനന്ദിനി നിർത്തലാക്കാൻ കാരണമായിട്ടുള്ളൊരു സംഭവമുണ്ട്. അതെന്താണ്? സുജനനന്ദിനി ബാൻ ചെയ്യാൻ കാരണമായിട്ടുള്ള ഒരു കലാപമുണ്ട്. അതാണ് നായർ ഈഴവ കലാപം കേട്ടോ. 1905 സുജനനന്ദിനി നിർത്തലാക്കി. അതിന് കാരണമായത് നായർ ഈഴവ കലാപമാണ് കേട്ടോ. നായർ ഈഴവ ലഹള കാരണമാണ് സുജനനന്ദിനി നിർത്തലാക്കിയത്. അതിനുശേഷം സുജനനന്ദിനിക്ക് ശേഷം 1911 സുജനനന്ദിനീൻ്റെ എഡിറ്റർ സുജനനന്ദിൽ വർക്ക് ചെയ്ത ഒരാളുടെ ആഭിമുഖ്യത്തിൽ വേറൊരു പത്രം വന്നു. അതാണ് കേരള കൗമുദി കേട്ടോ. കേരള കൗമുദിയാണ്. ഇനി സുജനനന്ദിനി നമ്മുടെ നായർ പട്ടാള ലഹള നായർ പട്ടാള ലഹളയല്ല, നായർ ഈഴവ ലഹള കേട്ടോ. നായർ ഈഴവ ലഹള 1905 നടന്നു. അതിൻ്റെ ഇതിലായിട്ടാണ് സുജനനന്ദിനി ബാൻ ചെയ്തത് 1905 തന്നെ. അത് പറവൂർ കേശവനാശാൻ്റെയാണ്. അതിനുശേഷം അതിൻ്റെ ഒരു ഫോളോ അപ്പായിട്ട് 1911 കേരള കൗമുദി വന്നു. ഈ കേരള കൗമുദി ശരിക്കും ആരാ കൊണ്ടുവന്നത്? കേരള കൗമുദി അപ്പോൾ കേരള കൗമുദി നമ്മുടെ CV കുഞ്ഞിരാമൻ്റെ നേതൃത്വത്തിൽ ഫൗണ്ട് ചെയ്തതാണ് കേരള കൗമുദി. ഇനി നമ്മുടെ ഏതായാലും നായർ ഈഴവ ലഹള നടന്ന സ്ഥലം ചോദിച്ചാൽ അത് കൊല്ലത്തെ പരവൂറാണ് കേട്ടോ. കൊല്ലത്തെ പരവൂറാണ് നടന്നത്. അതേപോലെ തന്നെ നമ്മുടെ സുജനനന്ദിനി എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചതെന്ന് വെച്ചാൽ അതും പരവൂർ തന്നെയാണ്. കൊല്ലത്തെ പരവൂരിൽ നിന്നാണ് അത് പ്രസിദ്ധീകരിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 നേടിയ സമ്പർക്കക്രാന്തി എന്ന നോവൽ എഴുതിയത് ആരാണെന്ന്? സമ്പർക്കക്രാന്തി എഴുതിയത് വി ഷിനിലാലാണ് കേട്ടോ. മികച്ച നോവലിനുള്ള പുരസ്കാരം കേരള സാഹിത്യ അക്കാദമിയുടെ മികച്ച നോവൽ വിഭാഗത്തിലുള്ള പുരസ്കാരം കിട്ടിയതാണ് വി ഷിനിലാലിൻ്റെ സമ്പർക്കക്രാന്തി. അതിൽ തന്നെ മികച്ച ചെറുകഥയ്ക്കുള്ള പുരസ്കാരം കിട്ടിയ ആളാണ് ഓപ്ഷൻ ബിയിലുള്ള PF മാത്യൂസ്. PF മാത്യൂസിൻ്റെ കൃതിയാണ് മുഴക്കം കേട്ടോ. ചെറുകഥാ വിഭാഗത്തിൽ കിട്ടിയത് PF മാത്യൂസിൻ്റെ മുഴക്കത്തിനാണ്. ഓക്കെ, 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളിൽ വേറെ കുറച്ച് പുരസ്കാരങ്ങളുണ്ട്. കവിതാ വിഭാഗത്തിൽ കിട്ടിയത് NG ഉണ്ണികൃഷ്ണനാണ്. കവിതാ വിഭാഗത്തിൽ NG ഉണ്ണികൃഷ്ണൻ്റെ കൃതിയാണ് അല്ലെങ്കിൽ കവിതയാണ് കടലാസ് കേട്ടോ. കടലാസാണ്. പിന്നെ എമിൽ മാധവിക്കാണ് നാടക വിഭാഗത്തിൽ കിട്ടിയത്. എമിൽ മാധവിൻ്റെ നാടകമാണെങ്കിൽ കുമാരുവാണ്. കുമാരു ഒരു കള്ളൻ്റെ കഥ അങ്ങനെ എന്തോ ആണ്. കുമാരുവാണ്.
ഇനി സാഹിത്യ നിരൂപണ വിഭാഗത്തിലാണെങ്കിൽ എസ് ശാരദ കുട്ടിക്ക് കിട്ടി. അത് എത്ര പ്രേരണകൾ എന്ന നിരൂപണത്തിനാണ് കിട്ടിയത്. എത്ര പ്രേരണകൾ എസ് ശാരദ കുട്ടീൻ്റെ. ജീവചരിത്രവും ആത്മകഥ വിഭാഗത്തിലാണെങ്കിൽ BRP ഭാസ്കർ കിട്ടി. ന്യൂസ് റൂം എന്ന കൃതിക്കാണ് കിട്ടിയത് കേട്ടോ. ജീവചരിത്രം ആത്മകഥയ്ക്ക് ന്യൂസ് റൂമിന് കിട്ടി. അത് എഴുതിയത് BRP ഭാസ്കർ ആണ് എഴുതിയത്. ഇനി യാത്രാ വിവരണം 2 പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഹരിത സാവത്രി മുറിവേറ്റവരുടെ പാതകൾ, മുറിവേറ്റവരുടെ പാതകൾ ഇതിൽ എഴുതിയേക്കുന്നത്. മുറിവേറ്റവരുടെ പാതകളും. അനൂപിനാണെങ്കിൽ ദക്ഷിണാഫ്രിക്കൻ യാത്രയാണ്. അനൂപിൻ്റെ ദക്ഷിണാഫ്രിക്കൻ യാത്രയ്ക്കും ഹരിത സാവത്രിൻ്റെ മുറിവേറ്റവരുടെ പാതയ്ക്കുമാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ കുട്ടികളുടെ സാഹിത്യത്തിൽ ഡോക്ടർ K ശ്രീകുമാറിനുണ്ട്. അത് ചക്കര മാമ്പഴത്തിനാണ്. കുട്ടികളുടെ സാഹിത്യം ഡോക്ടർ K ശ്രീകുമാർ, ചക്കര മാമ്പഴത്തിനാണ് കിട്ടിയിരിക്കുന്നത്. വിവർത്തനമാണെങ്കിൽ V രവികുമാറിനാണ് കിട്ടിയിരിക്കുന്നത്. അതിന് വിവർത്തനത്തിൻ്റെ കൃതിയൊന്നും പറയുന്നില്ല കേട്ടോ. വിവർത്തനം V രവികുമാറിനാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കൃതികളും ഇത്രയും ആൾക്കാരുടെ പേരുകളും പഠിച്ചു വെക്കുക. ഇനി അടുത്ത മികച്ച മലയാള ചിത്രത്തിനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ഹോം സംവിധാനം ചെയ്തത് ആരാണെന്ന്. അപ്പോൾ ഹോം സംവിധാനം ചെയ്തത് നമ്മുടെ റോജിൻ തോമസ് ആണ് കേട്ടോ. ഹോമിൻ്റെ സംവിധായകൻ ചോദിച്ചാൽ അത് റോജിൻ തോമസ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അടുത്തത് മാത്സും പിന്നെ ഇംഗ്ലീഷും നമ്മുടെ മലയാളമാണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അതിലിപ്പോൾ എക്സ്ട്രാ ഫാക്റ്റ് പറയാനുണ്ടാവും, പക്ഷേ നിങ്ങളത് ചെയ്ത് നോക്കുക കേട്ടോ. മാത്സൊക്കെ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ടാറ്റ ബൈ.